പ്രൈസ് ലോ. എനിക്ക് പണ്ടൊരു DSLR ക്യാമറ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ക്യാമറ വെച്ച് ടെക്സസിലൊരു ബ്ലൂ ബോണറ്റ് എന്ന് പറഞ്ഞ ഒരു പൂക്കളുണ്ടാവും. അപ്പോൾ അത് വരുന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടിലെ നീലക്കുറിഞ്ഞി പോലുള്ള ഇത് വരും. അപ്പോൾ അത് വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ദിവസം അവിടെ പിള്ളേരെ കൊണ്ടുപോയി പിക്ചർ എടുത്തു. ഫോണിലും എടുത്തു, ഈ DSLRയിലും എടുത്തു. അത് കഴിഞ്ഞ് അപ്പം DSLRയിലെടുത്ത് നല്ല പിക്ചറായിരുന്നു. നല്ല കളറും കോൺട്രാസ്റ്റും ലൈറ്റിങ്ങും ഒക്കെ നല്ലതായിട്ട് ശരിക്കും വന്നപ്പോൾ നല്ല രസമായിരുന്നു അത് കാണാനേ. അപ്പം എനിക്കിഷ്ടപ്പെട്ട പിക്ചറുകളെല്ലാം ഞാൻ സേവ് ചെയ്ത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് വലുതായിട്ട് കാണാൻ രസമുണ്ടെങ്കിലും പക്ഷേ അവർക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവരെല്ലാം പറയുന്നത് വേറൊരു പിക്ചറാണ് നല്ലത് എല്ലാവരും പറഞ്ഞു. ആദ്യത്തെ 1-2 പറഞ്ഞു തുടങ്ങിയപ്പം എനിക്ക് ഇത് ആയി തുടങ്ങി, ഇതിലേതാ. അപ്പോൾ ഞാൻ പിന്നെ കുറേ ആൾക്കാരെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവരും ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അവർ പറയും ഈ പിക്ചർ കളറും കോൺട്രാസ്റ്റും എല്ലാം ലൈറ്റിങ്ങും എല്ലാം ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും പക്ഷേ ആ പിക്ചറിൻ്റെ അകത്തിരിക്കുന്ന ആ വ്യക്തി, അതായത് പിള്ളേർ ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്, നല്ല അതുകൊണ്ട്. അപ്പോൾ ആ പിക്ചർ ആരെപ്പറ്റിയാണ് എടുത്തത്, അവർ ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ പിക്ചറിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ. കളറും കോൺട്രാസ്റ്റും ലൈറ്റും ഒന്നുമല്ല അതിലേക്ക് ഏറ്റവും വലുത് ആ പിക്ചറാണ്. ആ പിക്ചറുള്ള വ്യക്തി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ച് ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ അത് വന്നപ്പോൾ തൊട്ടാണ് എനിക്ക് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറയണം, സന്തോഷിപ്പിക്കണം, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നത്. പക്ഷേ ഒത്തിരി ബാരിയേഴ്സ് ഉണ്ട്. പക്ഷേ അപ്പോൾ ഇതേപോലെക്കാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം. ഇന്ന് ചിന്തിക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഞാൻ സമയം കിട്ടുവാണ് ചെയ്യുക. എനിക്ക് സമയം വീക്ക് ഡേയ്സിലൊന്നും ജോലി പിള്ളേരോടുകൊണ്ട് കിട്ടിയില്ല. പിന്നെ വീക്കെൻഡ് ആയപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ഇച്ചിരിയേറെ ചിന്തിക്കാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നടന്നില്ല. ഓക്കെ, പക്ഷേ ഇന്ന് ഞാൻ രണ്ടും കൂടെ റെക്കോർഡ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഹോളി സ്പിരിറ്റിനെ പറ്റി തുടങ്ങാം. ആദ്യം ഹോളി സ്പിരിറ്റിൻ്റെ വീഡിയോ എടുക്കാം, പിന്നെ അത് കഴിഞ്ഞ് ജനസിസിൻ്റെ എടുക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഹോളി സ്പിരിറ്റിൻ്റെ ആരാണ് ഹോളി സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് തൃത്വത്തിലെ മൂന്നാമൻ അല്ലെങ്കിൽ നമ്മുടെ ദൈവം. ഓക്കെ, ഹോളി സ്പിരിറ്റിനെ ദൈവമായിട്ടാണ് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. പിന്നെ തൃത്വത്തിലെ ട്രൈയൂണിറ്റിയിലെ മൂന്നാമത്തെ ആൾ. ഓക്കെ, അപ്പം ഹോളി സ്പിരിറ്റ് ഈ ക്രിയേഷന് മുമ്പേ ഉണ്ടായിരുന്നു. യെസ്, റൂഹ ഹാ കൊദേശ് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിക്ക് മീതെ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. റഹഫെറ്റ് എന്ന് നമ്മൾ പഠിച്ചത്. അപ്പം അത് കഴിഞ്ഞ് പുതിയ നിയമത്തിൽ വരുമ്പം യോഹന്നാൻ 14 മുതൽ 16 വരെ ഉള്ള വാക്യത്തിൽ ഹോളി സ്പിരിറ്റിനെ പാരക്ലീറ്റോസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കംഫർട്ടർ, അഡ്വക്കേറ്റ്, നമ്മളെ ടീച്ച് ചെയ്യുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, ക്രിസ്തുവിന് വേണ്ടി നമ്മളെ ടെസ്റ്റിഫൈ ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റ് ഒരിക്കലും തന്നെത്താൻ സാക്ഷ്യം വഹിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തുവിനെ എഡിഫൈ ചെയ്യുന്നത് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹീബ്രു പഠിക്കുമ്പോൾ എറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് കണ്ടിട്ടില്ല. എറ്റ് എന്ന് പറഞ്ഞ വേർഡ് അടുത്ത വരുന്ന വേർഡിനെ എഡിഫൈ ചെയ്യുക. മനസ്സിലായി? ഇതേപോലെക്കാണ് ഹോളി സ്പിരിറ്റിൻ്റെ ഇത്. ഞാൻ ആ എറ്റെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ദേവദാസന്മാർ ഒരു ഫേമസും അല്ല, പക്ഷെ എന്നാൽ അവരെവിടെ ചെന്നാലും അറിയപ്പെടുന്നവരും ബഹുമാനപ്പെടുന്നവരും ഒക്കെയാണെന്ന് പറഞ്ഞു മറ്റുള്ളവരെ എഡിഫൈ ചെയ്യുന്ന ഒത്തിരി അനേക ആൾക്കാരെ അവരനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പക്ഷെ അവർ അനേക പേരെ അനുഗ്രഹിക്കപ്പെട്ടെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉയർച്ച സ്പിരിച്വൽ അല്ല, മറ്റേ ഭൗതിക നന്മകളിൽ എഡിഫൈ ചെയ്തിട്ടില്ലെങ്കിലും എന്നാൽ പല ആൾക്കാരെയും അവർ മൂലം ബോത്ത് സ്പിരിച്വലി അല്ലാതെ ഫൈനാൻഷ്യലി എഡിഫൈ ചെയ്തിട്ടുള്ള എന്ന് പറയുന്ന പോലെയാണ് ഹോളി സ്പിരിറ്റിൻ്റെ ഇതാണ്. ഓക്കെ, അപ്പം അങ്ങനെ പറയുന്നത് ഹോളി സ്പിരിറ്റിനെ സിംബലൈസ് ചെയ്യുന്നത് ബ്രത്തായിട്ട് ഉണ്ട്. അത് നമുക്ക് എപ്പോഴാണെന്നറിയാം. മനുഷ്യനെ ഫോം ചെയ്തു, മൂക്കിൽ ദൈവത്തിൻ്റെ ശ്വാസം മൂടി. ഓക്കെ, ഒന്ന്. പിന്നെ വിൻഡായിട്ട്, അതായത് നമ്മൾ കണ്ടു ആത്മാവ് ഭൂമിക്ക് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഫയർ ഓഫ്
പ്യൂരിഫിക്കേഷൻ. ഫയർ എന്ന് പറയുന്ന എല്ലാ ബൈബിളിൽ ഒത്തിരി സ്ഥലങ്ങളിലും ഫയർ എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റിനെ കാണിക്കുന്നതാണ്. ഓക്കെ, എന്നാൽ ചില സ്ഥലത്ത് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് പ്യൂരിഫിക്കേഷനെ കാണിക്കുന്നു. സിൽവർ റിഫൈൻഡ്, ബൈബിൾ റിഫൈൻഡ് ആസ് എ ഗോൾഡ്, സിൽവർ റിഫൈൻഡ് ആസ് എ സിൽവർ റിഫൈൻ ചെയ്ത പോലെ ഉള്ള, മനസ്സിലായോ? അപ്പം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഫയർ പ്യൂരിഫിക്കേഷനൊക്കെ, പ്യൂരിറ്റി കാണിക്കുന്നുണ്ട്. യേശുക്രിസ്തു സ്നാനപ്പെട്ട് കഴിഞ്ഞ് വന്നപ്പം പ്രാവ് എന്ന രൂപത്തിൽ വന്ന്, മനസ്സിലാവും. അങ്ങനെ പല, പിന്നെ വാട്ടറായിട്ട് ക്ലെൻസ് ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള, നമുക്കറിയാം വാട്ടർ ബാപ്റ്റിസം. ഓക്കെ, പിന്നെ ഓയിൽ അനോയിൻറ്റിങ് എങ്ങനെയായിട്ടുള്ള, പരിശുദ്ധാത്മാവ് അനോയിൻറ്റിങ് ആയിട്ടുള്ള, അങ്ങനെ പല രീതി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹോളി സ്പിരിറ്റ് എന്ത് ഇതെല്ലാം കാണിക്കും. അപ്പം പിന്നെ അടുത്ത് ഹോളി സ്പിരിറ്റ് പഴയ നിയമത്തിൽ തൊട്ട് ഹോളി സ്പിരിറ്റ് തേർഡ് പേഴ്സൺ, അത് സൃഷ്ടിക്ക് മുമ്പേ ഉണ്ട്. അത് പിതാപുത്ര പരിശുദ്ധാത്മാവ് സൃഷ്ടിക്ക് മുമ്പേ ഉണ്ട്, ഈ സൃഷ്ടിയിലും ഉണ്ട്. അത് കഴിഞ്ഞ് അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നപ്പം എല്ലാ മനുഷ്യനിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തു, അവൻ്റെ മൂക്കിൽ ഫോം ചെയ്തു, പിന്നെ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായത്, മനസ്സിലായി. അപ്പം എല്ലാവരിലും ഹോളി സ്പിരിറ്റിൻ്റെ ഇതുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ട്രൂലി ബിലീവ് ചെയ്ത് ഹോളി സ്പിരിറ്റ് ഡൈക്കാഡമി ആണോ ട്രൈക്കാഡമി ആണോ എന്ന് പറയുമ്പോൾ ട്രൈക്കാഡമി ആണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നത്. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് സോളും ബാഡിയും മാത്രമേ ഉള്ളൂ, സ്പിരിറ്റ് സോളിൻ്റെ അകത്ത് ജീവിക്കുന്നുണ്ട്, അധിവസിക്കുന്നുണ്ട്. എങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ട്രൈക്കാഡമി. ഓക്കെ, പിന്നെ അപ്പം എല്ലാ വ്യക്തിയിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ വാസം ഉണ്ട്. അത് നമ്മൾ ഇന്നത്തെ ഉൽപ്പത്തി 2:4 മുതൽ 9 വരെയുള്ള ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ യോബ് 27:3 പറയുന്നുണ്ട്, ആസ് ലോങ് ആസ് മൈ ബ്രെത്ത് ഈസ് ഇൻ മീ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഈസ് ഇൻ മൈ നോസ്ട്രൽ. മനസ്സിലായി? യോബ് പറയുന്നത്, ഞാൻ ജീവനുള്ള കാലത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മൂക്കിൽ ഉണ്ടെന്ന്. എക്സാക്ട് മലയാളമാണോന്ന് അറിയത്തില്ല, ഇംഗ്ലീഷ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചു, ദൈവശ്വാസം ഊതി മൂക്കിക്കൊണ്ട്. എവിടെ വസിക്കുന്നത് എന്നുള്ളത് പല ആൾക്കാരും, ഫിലോസഫേഴ്സ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാവരും വിശ്വസിക്കുന്നത് ഹൃദയത്തിൽ വസിക്കുന്നത്. എന്നാൽ റെനെ ഡിക്കാർട്ടീസ് വിശ്വസിക്കുന്നത് ബ്രെയിനിലാണ്, പ്ലേനറി ഗ്ലാൻഡിൽ വസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ബ്ലഡിലാണെന്നുള്ളതിന് ഹാർട്ടിലാണെന്നുള്ളതിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിലാണ് ജീവൻ ഉള്ളത്. പലയിടത്ത് നമ്മൾ ആദാവും അവയും കൈനും ആബേലിൻ്റെ കഴിഞ്ഞപ്പം അനിയൻ്റെ ബ്ലഡ് നിനക്ക് വേണ്ടി ടെസ്റ്റിഫൈ ചെയ്യുന്നു. അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതൊരു മൃഗത്തെ കൊന്നാലും അതിൻ്റെ ബ്ലഡ് ഫുള്ള് കളയണം, കാരണം ജീവൻ അതിൻ്റെ അകത്ത് ഉണ്ട്. ജീവനുള്ളതിൻ്റെ അകത്ത് കാര്യം പണ്ടിത് പറയാം, ബ്ലഡിൻ്റെ അകത്താണ് എവറി ഹീമോഗ്ലോബിൻ ഹാസ് 4 ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്. ബ്ലഡിൻ്റെ അകത്ത് 4 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതെ വരുമ്പം, അത് ഹാഫായിട്ട് വരുമ്പോഴാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകാൻ. ഞാൻ പണ്ട് നേഴ്സിങ്ങിനൊക്കെ പോയപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരറിവ് വെച്ചാൽ പറയുന്നത്. ഓക്കെ, അതൊക്കെ ഇനി സയൻസ് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. എനിവേ, അപ്പം ജീവൻ, ഒരാളുടെ പ്രാണൻ, ജീവൻ, ഇത് അവരുടെ ഹൃദയത്തിൽ വസിക്കുമെന്ന് വിശ്വസിച്ചു പോയി. അപ്പം പിന്നെ ഹോളി സ്പിരിറ്റ് ആദ്യ മനുഷ്യനെ തൊട്ടേ എല്ലാവരിലും ഉണ്ട്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ബുദ്ധിസം ആയാലും ജൈനിസം ആയാലും ഏതിസം ആയാലും എല്ലാത്തിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. പക്ഷേ പ്രവൃത്തി വ്യത്യാസപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ പാപത്താൽ
അത് സംതിങ് ഹാപ്പൻഡ്, ഡിറ്റാച്ച് ചെയ്ത് പോയി. മനസ്സിലായി? അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കാൻ നോക്കാം. ഇനി ഇതായി തുടങ്ങി. ഓക്കെ, പക്ഷേ ഹോളി സ്പിരിറ്റ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പ്രവർത്തനം പല ആൾക്കാർ എന്ന് പറഞ്ഞാൽ ജോൺ എച്ച് വാൾട്ടൺ, ജൂയിഷ് ആൾക്കാരെ, ഒത്തിരി തിയോളജിയൻസും സ്കോളേഴ്സും വിശ്വസിക്കുന്നത് ഹോളി സ്പിരിറ്റ് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ അദൃശ്യമായ കൈ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗാഡ് സ്പിരിറ്റ് എന്നാണ് വിശ്വസിക്കുന്നത്. റൂഹ ഹക്കൊദേശ് എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായി? റൂഹ എലോഹിം എന്നൊക്കെയാണ് വിശ്വസിപ്പിക്കുന്നത്. കാര്യം എന്തുകൊണ്ടാണ് ഡിഫറൻ്റ് ആണെന്ന് പറയാൻ കാര്യമാണ്, ഞാൻ ഹോളി സ്പിരിറ്റിൻ്റെ റിയൽ രംഗപ്രവേശനം പെൻറ്റക്കോസ്റ്റ് നാളാണ്. അതിനു മുമ്പേ വന്നും പോയി ചില ആൾക്കാരിലേ ഉള്ളൂ ആ ഒരു അനോയിൻറ്റിങ്. മനസ്സിലായി? എല്ലാ ആൾക്കാരിലും ഇല്ല. എന്നാൽ ഹോളി സ്പിരിറ്റ് എല്ലാ ആൾക്കാരിലും വസിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ആ ഒരു റിയൽ ആ ഫുൾനെസ്, ആ പവർ അല്ലെങ്കിൽ ബാപ്റ്റിസം നമ്മൾ പറയുന്നത് ഇൻഫില്ലിങ്, അനോയിൻറ്റിങ്, ഇതൊന്നും പഴയ നിമിത്തില്ല. അത് കുറച്ച് പേർക്കുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ സാംസൺ ഉണ്ട്, എലൈഷയ്ക്ക് ബസലിയലിന് ദിവ്യമായ ജ്ഞാനത്താൽ ദൈവം സമാഗമന കൂടാരത്തിൻ്റെ പല കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒഹലിയാബും ബസലിയലും ആണെന്ന് തോന്നുന്നു. ബസലിയൽ ഡെഫിലി ഉണ്ട്. പിന്നെ വേറെ അതേപോലെ മോശയ്ക്ക് പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പം ഞാൻ പ്രവചിച്ചു. അതേപോലെ മോശയ്ക്ക് ലീഡർഷിപ്പ് റോൾ ഉള്ളവർക്ക്, രാജാക്കന്മാർ, അതായത് ഡേവിഡ് ഇവരെയൊക്കെ അനോയിൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സാമുവൽ പോയി ഇവരെയൊക്കെ അനോയിൻറ്റ് ചെയ്യിപ്പിച്ചില്ലേ. അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ ഇതേപോലുള്ള ഏലിയാവിൻ്റെ ഡബിൾ സ്പിരിറ്റ് ഏലൈഷയ്ക്ക്, സാംസൺ സ്പിരിറ്റ് ഓഫ് ദ റഷ്ഡ് അപ്പോൺ മീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താടിയിലും കൊണ്ട് കൊന്ന് രണ്ടെന്ന് ഞാൻ അടിച്ച് എല്ലാത്തിനെയും ശരിയാക്കി. അപ്പം അങ്ങനെ ഇറ്റ്സ് വർക്ക് ഡിഫറെൻ്റ്ലി. അതിന് പല ദേവദാസന്മാരും സ്കോളേഴ്സും പറയുന്നത് ഹോളി സ്പിരിറ്റ് അല്ല, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ അദൃശ്യമായ കാര്യം. പക്ഷേ ഇത് നമ്മൾ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇപ്പം യഹൂദന്മാരുടെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ഒന്ന് കെറ്റർ എന്ന് പറയുന്നത് തലയായ പിതാവാം ദൈവം, പിന്നെ രണ്ട് കൈ, ഒന്ന് ക്രിസ്തുവും ഒന്ന് ഹോളി സ്പിരിറ്റ്, ബിന ആൻഡ് മറ്റെന്തുമായിരുന്നു, ബിന ആൻഡ് ഹോക്മ, വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലായി? വിസ്ഡം എപ്പോഴും റൈറ്റ് ഹാൻഡ് വിശ്വസിപ്പിക്കുന്നത് ക്രിസ്തുവിനെ, മറ്റേ അണ്ടർസ്റ്റാൻഡിങ് ഹോളി സ്പിരിറ്റ്. അപ്പം അങ്ങനെ വരുമ്പോഴും അതും ഒരു ഇതാണ്. പിന്നെ ഹോളി ട്രിനിറ്റിയെ ഒരാൾ ദേവദാസന്മാർ പറയുന്നത് അതൊരു മിസ്റ്ററിയാണ്. എല്ലാവർക്കും ഇപ്പം ആരെങ്കിലും അത് ട്രയൂണിറ്റിയെ അറിയാമെന്ന് പറഞ്ഞാൽ അവർ തെറ്റായിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത്, തെറ്റായിട്ടാണ് പഠിക്കുന്നത്. മിസ്റ്ററി അത് മനുഷ്യന് അറിയപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷെ എന്നാൽ ബെസ്റ്റ് വേയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാനൊരു മകനാണ്, എൻ്റെ മാതാപിതാക്കന്മാരുടെ മകനാണ് ഞാൻ. അതേസമയം എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഹസ്ബൻഡാണ്, എൻ്റെ പിള്ളേർക്ക് ഞാനൊരു അപ്പനുമാണ്. 3 ഇതാണ് ഒരു വ്യക്തി. പക്ഷെ 3 ഇത് ഒരേ സമയത്ത് എല്ലാം വർക്ക് അതേപോലെ കാണുന്നതാണ് ബെസ്റ്റ് വേ അണ്ടർസ്റ്റാൻഡബിൾ. ചില ആൾക്കാർ പറയുന്നത് വെള്ളം പോലെയാണ്, സോളിഡായിട്ടിരിക്കും, ഗ്യാസായിട്ടിരിക്കും, ലിക്വിഡായിട്ടിരിക്കും. മനസ്സിലാവും? 3 ഇതായിട്ടിരിക്കും. പക്ഷെ അത് 3 ഡിസ്റ്റിങ് ഫീച്ചർ, ഒരേ സമയത്ത് 3 ആകാൻ പറ്റത്തില്ല. ആ സമയം ഒരു വ്യക്തി കാണുന്നുണ്ട്, അപ്പനും മകനും ഹസ്ബൻഡും 3 ഭാഗത്താകാം, 3 ഒരേപോലെക്കാകാം. മനസ്സിലായി? അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ എക്സാമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി പഠിപ്പിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത് ശരിക്കും നോവേണ്ടിയല്ല, അറിയേണ്ടതല്ല, അതൊരു മിസ്റ്ററി ആണെന്നാണ് ദേവദാസന്മാർ. എനിവേ, ഹോളി സ്പിരിറ്റ് അറിയാലോ. ഹോളി സ്പിരിറ്റ് പെന്തക്കോസ്ത് നാളിൽ വന്ന അതുകൊണ്ട് അതിന് മുമ്പേ ഉള്ളത് ദൈവത്തിൻ്റെ അദൃശ്യമായ കൈ എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ എല്ലാം കൂടെ പഠിച്ചു നോക്കുമ്പം ദാറ്റ് ഈസ്
ഇത് എന്തോ റിയൽ ഹോളി സ്പിരിറ്റാണ് എന്നാണ് മനസ്സിലായി. ഇവെന്തോ ദൈവത്തിൻ്റെ അദൃശ്യമായ കൈ ആണെങ്കിൽ പോലും പിന്നെ രംഗപ്രവേശം ചെയ്തെങ്കിലും അത് ആദ്യം മുതലേ വർക്ക് ചെയ്യുന്നുണ്ട്. ക്രിയേഷനിലും നമ്മുടെ എന്തുവാ വെളിയിലുള്ള നേച്ചറിലും നമ്മളിലും എല്ലാവരും ഷെക്കൈന പഠിച്ചു വരുമ്പോൾ ഗാഡ്സ് പ്രസൻസ് ഇസ് എവ്രിവേ, ഗാഡ്സ് ഐ ഈസ് എവ്രിവേ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പഠിച്ചു വരുന്നു. ഓക്കെ. അപ്പം പക്ഷേ എല്ലാ മനുഷ്യനിലും ഇതുണ്ട്. പക്ഷേ ഡിറ്റാച്ച് ചെയ്ത് ചില ആൾക്കാർ പറയുന്നു മരിച്ചു പോയി കിടക്കുകയാണെന്നും, ചില ആൾക്കാർ ഡിറ്റാച്ച് ചെയ്ത് അത് ഓരോ മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് ഡിറ്റാച്ച് ചെയ്തെന്നും അങ്ങനെയൊക്കെ കിടക്കുന്നത്. മനസ്സിലായോ? പക്ഷേ എല്ലാ ആൾക്കാരിലും കൺവിക്ഷൻ ഉണ്ട് പാപത്തെപ്പറ്റി ഉള്ള ഇത്. നമ്മൾ യോനാൻ സുവിശേഷം പാപത്തെപ്പറ്റി, ന്യായവിധിയെപ്പറ്റി, നീതിയെപ്പറ്റി, ന്യായവിധിയെപ്പറ്റിയുള്ള ബോധം തരാൻ വേണ്ടിയാണ്. പക്ഷെങ്കിൽ പാപത്തിന് ഫുൾ പരിഹാരം, ടെമ്പററി പരിഹാരമേ അന്നുള്ളൂ. യാഗം കഴിയാതെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഒരു ഫുൾ റിഡംഷൻ, ആ പാപത്തിൻ്റെ പരിഹാരം. മനസ്സിലായി? മറ്റേ ടെമ്പററിയാണ്. മനസ്സിലായി? പാപം ചെയ്ത് യാഗം കഴിക്കുക. പക്ഷേ യാഗം എന്ന് പറഞ്ഞാൽ ഈസിയുള്ള കാര്യമൊന്നുമല്ല. ഒരു സാമാന്യ വ്യക്തി അന്നത്തെ കാലത്ത് ഒരു ആടിനെയും പശുവിനെയൊക്കെ യാഗം കഴിക്കണം എന്ന് പറയുന്നത്, ഒരു ബുള്ളിനെയൊക്കെ ഒരു യാഗം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്നത്തെ കാലത്ത് നമ്മളൊരു വലിയൊരു ഒരു 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 ലക്ഷറി കാർ വാങ്ങിച്ചിട്ട് സാക്രിഫൈസ്, ഒരു പാപത്തിന് സാക്രിഫൈസ്. അപ്പോൾ ഹൗ ഓഫ്റ്റൻ നമ്മളത് ചെയ്യും, ഒരു പാപം ചെയ്യും. കാരണം ഒരു ലക്ഷറി കാർ വാങ്ങിക്കുന്നതിൻ്റെ അത്രയും പൈസയാണ് അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരത് റിസ്ക് ചെയ്യത്തില്ല. മനസ്സിലായി? അതാണ് പഴയ നിയമത്തിലെ പാപത്തിൻ്റെ ഇത്. അപ്പം ഈ പാപത്തിൻ്റെ അതാണ് പഴയ നിയമത്തിലെ ആ ഓരോ ആൾക്കാർ യാഗത്തിൻ്റെ വസ്തുവിൻ്റെയും വിലയുടെയും അവരെത്ര ഇതാണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ആ വില നമ്മൾ മനസ്സിലാക്കുള്ളൂ. അത് മനസ്സിലാകാത്ത കാലത്തോളം വി ടേക്ക് എവറിത്തിങ് ഫോർ ഗ്രാൻറ്റഡ്. മനസ്സിലായി? അന്ന് പഴയ നിയമത്തിൽ ഒരാൾക്കൊരു പാപം ചെയ്താൽ അതിൻ്റെ പരിഹാരമായി യാഗം കഴിക്കേണ്ടത് വലിയ പ്രൈസ് കൊടുക്കണം, ബിഗ് പ്രൈസ് കൊടുക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, പണ്ട് നിങ്ങൾ സെക്ഷൽ കാര്യം ചെയ്താൽ, ഇപ്പം നിങ്ങൾ ഒരാളെ നോക്കിയാൽ നിങ്ങൾ പാപം കഴിയും. മനസ്സിലായി? അന്ന് അത്രയും ഒരു ഹീനമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴാണ് ഇത്. ഇന്ന് ജസ്റ്റ് അല്ലെങ്കിൽ ഒരാളെ കൊന്നാൽ എന്തുവാ നമുക്ക് കിട്ടുന്ന പാപം, ഇന്ന് ഒരാളെ നമ്മൾ വാക്കാൽ അല്ലെങ്കിൽ ഒരു വേർഡ്സ് കൊണ്ട് നമ്മൾക്ക് പറഞ്ഞാൽ ഇതാവും അല്ലേ? അപ്പം അത്രയും വില മനസ്സിലായി അന്ന് ആൾക്കാർക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ആ വില അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. ഓക്കെ. അതേപോലെ കൺവിക്ഷൻ എല്ലാ ആൾക്കാരിലും ഉണ്ട്, അന്നും ഉണ്ട്. ആൾക്കാർ പാപത്തെ പറ്റി ദാവീദിൻ്റെ എല്ലാവരും ദാവീദിനെ ഗ്ലോറിഫൈ ചെയ്യും. പക്ഷേ ദാവീദിൻ്റെ ജീവിതം പഠിച്ചു നോക്കിയാൽ അത്ര നല്ല വ്യക്തിയൊന്നുമല്ല. കാരണം പ്രൈഡ്, ലസ്റ്റ്, എല്ലാം വ്യക്തിയാണ്. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ ഫ്രണ്ടാണെന്ന് എൻ്റെ ഹൃദയപ്രകാരമുള്ളതെന്ന് പറഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു സ്പിരിച്വൽ ലൈഫ് ദാവീദ് ഒരു കോംപ്രമൈസും ചെയ്തില്ല. ദാവീദ് എന്നുള്ള ഒരു രാജാവെന്നുള്ള സ്ഥാനം മാറ്റി ദൈവത്തിൽ എപ്പോഴും എൻജോയ് ചെയ്യുന്നത്. ബട്ട് അത് കഴിഞ്ഞ് വരുമ്പം തൻ്റെ മകനായ സലോമോനോട് പറയത്തില്ലേ, ഇന്ന ആൾക്കാരെ ഇന്ന രീതി ചെയ്യണം. യോവാബിനെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും ഊരിയാവിൻ്റെ ബത്ശേബയായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എങ്ങനെ ദാവീദിൻ്റെ ഒരു ലൈഫ് ഇങ്ങനെ അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ബത്ശേബ വന്നു. പിന്നെ നിങ്ങൾ അങ്ങോട്ടൊന്ന് വാങ്ങിച്ചു നോക്കുക. ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതേപോലെ വന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് മോശകരമായ സംഭവങ്ങളാണ് ദാവീദിൻ്റെ ജീവിതം. ഒറ്റ തെറ്റിന് പിന്നെ വന്നത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് മുമ്പ് വരെ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ മനസ്സിലായി? അപ്പം ദാവീദിന് പോലും ദാവീദ് 51 സങ്കീർത്തനത്തിൽ പറഞ്ഞത്, ക്രിയേറ്റ് ഇൻ മീ ക്ലീൻ ഹാർട്ട്, എനിക്കൊരു പുതിയൊരു എന്നെ പരിശുദ്ധാത്മാവിനെ ഡോണ്ട് ടേക്ക് മൈ ഹോളി സ്പിരിറ്റ് ഫ്രം മീ എന്നാണ് പറയുന്നത്. അപ്പോൾ കൺവിക്ഷൻ അന്നും ആൾക്കാർക്കുണ്ട്. പക്ഷേങ്കിൽ അവർക്കൊരു നല്ല നീതിമാനായി നടക്കുവാനായിരുന്നു
പഴയ കാലത്തേത്. അതേപോലെ യാഗം കഴിച്ചാൽ മതിയായിരുന്നു. ഈ when it comes to New Testament it's totally ഡിഫറെൻറ്റ്. നീതിമാനെ നടക്കുക തന്നെ ചെയ്യണം. പക്ഷേങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വാസം, അന്ന് പ്രവൃത്തിയായിരുന്നു, ഇന്ന് വന്നപ്പോൾ വിശ്വാസം. പക്ഷെ വിശ്വാസത്തിന് ശേഷം പ്രവൃത്തി വേണം. അന്നും വിശ്വാസം, പിന്നെ പ്രവൃത്തി. മനസ്സിലായോ? അപ്പം ഒരു ഫുൾ പരിഹാരം അന്നില്ലായിരുന്നു, ഇന്ന് ഫുൾ പരിഹാരം ഉണ്ട്. ഓക്കെ. അപ്പോൾ കൺവിക്ഷൻ അന്നും ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ബട്ട് ലീവ് റൈറ്റസ്ലി. ഓക്കെ. നീതിമാനായി നടക്കുവാൻ ഇന്ന് നമ്മൾ ദൈവമക്കളായി ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുക. മനസ്സിലായോ? അത് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ കഴിഞ്ഞ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വന്നിട്ട് പിന്നെ നമുക്ക് കാണുന്ന പുതിയ ജോൺ ദ ബാപ്റ്റിസ്റ്റ് വന്നിട്ട് പറയുന്നു ഐ ബാപ്റ്റൈസ് യു ഇൻ വാട്ടർ ബട്ട് there is somebody who is coming behind me. എൻ്റെ പുറകാലം ഒരാൾ വരുന്നുണ്ട്. ആ ആളുടെ ചെരുപ്പിൻ്റെ വാർ ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല. ആ ആൾ നിങ്ങളെ വെള്ളത്തിലും മത്തായി 3:11 I baptize you in water for repentance. He who comes after me, mightier than I, and whose sandal I am not worthy to carry, he will baptize you in Holy Spirit and fire. പരിശുദ്ധാത്മാവിന് ഒരു ഫയർ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ജഡ്ജ്മെൻറ്റും ഉണ്ട്. ഇതിവിടെ പ്യൂരിഫിക്കേഷൻ എന്നുള്ള ഒറ്റ ഹൃദയത്തിലെ ശോധന ചെയ്ത് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. പണ്ടൊരു കൺവെൻഷൻ വന്നു ഫയർ എന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമാതിരി മീൻ പടയ്ക്കുന്ന പോലെ പടപടാ പടച്ചേക്കും. ഞാൻ അന്നേരം ഓർത്തു, ചിലപ്പോൾ ഒന്നെങ്കിൽ ആ ആളുടെ വായിലെ നാറ്റം കൊണ്ടായിരിക്കും ഇവരൊക്കെ താഴെ പോയത്. അന്നേരം മീൻ പടയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ വില ഇത് കോട്ട് രോഗം വന്നതായിരിക്കും. ഒരു ഇരുമ്പിൻ്റെ കമ്പി എടുത്ത് ജനങ്ങൾ അവിടെ ഇരുമ്പിൻ്റെ കമ്പി എടുത്ത് പിടിപ്പിക്കാതായിരുന്നു, അവരുടെ എല്ലാ പ്രോബ്ലം സോൾവ് ആക്കായിരുന്നു. തമാശയായിട്ട് കളിയാക്കി പറഞ്ഞതല്ല. ഇതൊക്കെ ഒരു കമാണ്. മനുഷ്യൻ ഹോളി സ്പിരിറ്റ് ഡസൻറ്റ് വർക്ക് പൊസസ് ചെയ്തില്ല ഒരാളെ. ഹോളി സ്പിരിറ്റ് നമ്മളെവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് നല്ല സ്വഭാവം, ഇവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ഹോളി സ്പിരിറ്റിനെ നിറഞ്ഞ് അന്യഭാഷകളെ നിറഞ്ഞ് ഇതാണ്. പക്ഷെ അന്നേരം അറിയും, ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാരെ ആത്മാവിഷയം പ്രാപിച്ചു കഴിഞ്ഞ് ഒരാഴ്ചത്തോളം അവർക്ക് പറയാൻ പറ്റില്ല. അവർ അന്യഭാഷയിലാണ് അവർ സംസാരിക്കുമ്പോൾ വരുന്നത്. പക്ഷെ അവർ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം. പക്ഷെ അവർക്ക് സംസാരിക്കുമ്പോൾ അവർ ഹോളി സ്പിരിറ്റായിട്ടേ വരത്തുള്ളൂ. അവരുടെ നാക്കിൻ്റെ ആ പവർനെസ് ഒരു വ്യക്തിയിൽ, ലൈക്ക് ഹോളി സ്പിരിറ്റ് ഇസ് ഗാഡ്. ഓക്കെ, ഗാഡ് ഇൻ മീ. ആ ഒരു ചിന്ത എല്ലാവർക്കും വരണം. ഒരു ദൈവമാണ് എന്നിൽ വസിക്കുന്നത്. ആ ഒരു ബോധമുണ്ടെങ്കിൽ നമ്മുടെ 99.9 പ്രോബ്ലംസും ദൈവം ഉണ്ടെന്നുണ്ട്. ആ പേടി, ഫിയർ ഓഫ് ദ ലോർഡ് നമ്മളിലുണ്ടെങ്കിൽ, ദൈവമാണ് നമ്മളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വക കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യത്തില്ല. ഓക്കെ, 1. 2, ഹോളി സ്പിരിറ്റിന് നമ്മുടെ ഫ്രീഡം ഓഫ് വില്ല് ഇൻ്റർഫിയർ ചെയ്യത്തില്ല. ഓക്കെ. 2, നമുക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കും, പ്രെയർ ചെയ്യുമെങ്കിലും നമ്മുടെ ഫ്രീഡം ഓഫ് വില്ല് എൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്യത്തില്ല, പവർ ഓഫ് ദ വിൽ എൻ്റെ അകത്ത് ചെയ്യത്തില്ല. ഓക്കെ. പിന്നെ എന്തോ ഹോളി സ്പിരിറ്റ് ദൈവമാണ്, എല്ലാം അറിയാം. ഓക്കെ. അപ്പം നമ്മളിൽ എത്ര, നമ്മുടെ ഈ മൺകൂടാരത്തിൽ എത്ര പവർ ഉണ്ടെന്നറിയാം, അതിനനുസരിച്ചേ തരത്തുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ തരത്തില്ല. ഷോക്ക് അടിക്കുന്നു, തെറിച്ചു പോവാം, ലൈക്ക് കമാൻ, അത് മയങ്ങിപ്പോവാം. ഇതൊക്കെ ദാറ്റ്സ് ലൈക്ക് അതൊന്നും ബൈബിൾ പ്രകാരമുള്ളതല്ല. ഒരു ദൈവമാണ്. ഇപ്പം ഇതിപ്പം നമ്മളോട് പറയുന്നത്, നിങ്ങൾ മറ്റുള്ള ഹിന്ദു, പണ്ടൊരു ദിവസം ഒരു ദേവദാസൻ ഭയങ്കരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ രക്ഷകൻ യേശു ക്രിസ്തു എൻ്റെ രക്ഷകൻ, അങ്ങനെ ഇങ്ങനെയെന്ന് എല്ലാം പറഞ്ഞു. അവന് ഇറങ്ങി വന്നപ്പോൾ ഒരു ഹിന്ദു ആൾക്കാർ ചോദിച്ചു, ദേവദാസനെ നിങ്ങൾ ആരെ പറ്റി ഇത്ര നേരം പ്രസംഗിച്ചുകൊണ്ടിരുന്നു? അപ്പോൾ ഞങ്ങളുടെ ദൈവത്തെ പറ്റിയാണ് ഞങ്ങൾ അന്നേരം ആ പുള്ളിക്കാരൻ അടുത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ അവൻ എന്നാണോ വിളിക്കുന്നത്, പേര് ചൊല്ലിയാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു ഹിന്ദു പേഴ്സണാണ് ചോദിച്ചത്. മനസ്സിലായി? നിങ്ങളുടെ ദൈവത്തെ അവൻ എന്നാണോ നിങ്ങൾ സംബോധന ചെയ്യുന്നത്, അതേപോലെ പേര് കുട്ടിയാണോ വിളിക്കുന്നത്? അവർക്കത് പറ്റില്ല. മനസ്സിലായി? അപ്പം നമ്മൾ ദൈവം ഉണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, അതേപോലെ പ്രവചനം വരുമ്പം
ചില ചെറുപ്പക്കാർ പറയും പ്രായമുള്ള ആൾക്കാരുടെ മകനെയും മകളെയും. മനസ്സിലായോ? അപ്പോൾ സുബോധമുള്ളൊരു അതാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ ചർച്ചകളിൽ കേൾക്കാറുള്ള പാട്ടിൻ്റെ ഡ്രമ്മിൻ്റെ അടി കേൾക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ചെയ്യുന്നു. സുബോധമുള്ള ആത്മാവായതുകൊണ്ടല്ലേ അത് നിർത്തുന്നത്. അല്ലാതെ അന്നേരം അത് കഴിഞ്ഞ് പിന്നെയും ക്യാരി ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഈ പറയുന്നവർ തന്നെ പറയത്തില്ലേ, കണ്ടോ പാട്ട് നിർത്തിയിട്ടും സുബോധത്തിൻ്റെ ആത്മാവല്ല അത് ദുരാത്മാവെന്ന് പറഞ്ഞ് മറ്റേ പ്രാപിക്കാൻ ഇരിക്കുന്നവരെ കൂടെ പീഡിപ്പിക്കത്തില്ലേ? ഇല്ലേ? അപ്പം സുബോധമുള്ള ആത്മാവ് വേണ്ട. മനസ്സിലായി? ഈ സുബോധമുള്ള ആത്മാവ് വരുമ്പം തെറിച്ച് വീഴുകയും അങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കത്തില്ല. പടച്ച് വീഴുകയും മീൻ്റെ കൂട്ടുള്ള ഇങ്ങനെയൊന്നും വീഴുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. മനസ്സിലായി? ശരിയാണ്, ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ദൈവമാണ്. നമുക്ക് ദൈവത്തെ ഒരു പിക്ചർ ചെയ്യാൻ പറ്റത്തില്ല, ഐഡലൈസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? അത് പാപമാണ്. യെസ്, ഓഫ് കോഴ്സ്, ഐ നോ ഇറ്റ്. ഹോളി സ്പിരിറ്റ് ഇപ്പോൾ ഞാൻ ഇന്ന് പറയുന്നതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങ് നടക്കണമെന്നൊന്നുമില്ല. ഹോളി സ്പിരിറ്റ് ഡേസ് വിൻഡ് വരുന്നതല്ല, വിൻഡ് തോന്നിയ രീതിയിലാണ്. ശരി, ബട്ട് സുബോധമുള്ള, മനസ്സിലായി? ഒരാളുടെ കഴിവിനനുസരിച്ച് തരത്തുള്ളൂ. അങ്ങനെ ഉണ്ട്. അല്ലാതെ തന്നു കഴിഞ്ഞാൽ ഒരാളുടെ സുബോധമില്ലാതെ വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഹോളി സ്പിരിറ്റ്. ഒരാൾ കഴിവിന് കൂടെ ദാറ്റ്സ് നോട്ട് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ. അതേപോലെ ഇനി പടച്ചു വീഴുന്നത് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊന്നും നല്ല ആത്മാവല്ല, ഹോളി സ്പിരിറ്റും അല്ല. ഓക്കെ. അപ്പം അതുകൊണ്ട് പറഞ്ഞതുപോലെ കളിയാക്കിയൊന്നുമില്ല ഒരാൾ. പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്, എന്ത് കിട്ടിയാലും ഒരു കമൻറ്റ് പറയുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേങ്കിൽ മനസ്സിലായോ? ഇപ്പോൾ ഹോളി സ്പിരിറ്റ് അപ്പം ഫയറായിട്ട് വന്നു കഴിഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യുക. മനസ്സിലായി? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിനെ പ്യൂരിഫൈ ചെയ്യുക, എന്നാൽ കൺവിക്ഷൻ കൊടുക്കുക. പ്യൂരിഫൈ ചെയ്യുക, കൺവിക്ഷൻ കൊടുക്കുക എന്നാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പം ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഓക്കെ. പിന്നെ ബാപ്റ്റിസം എന്ന് ഉദ്ദേശിക്കുന്നത് മെക്വോത്ത്, ഞാൻ കുളിക്കുക. അതിന് ഇന്നത്തെ കാലത്ത് നമ്മൾ സ്നാനപ്പെടുത്തുന്ന ദേവദാസന്മാർ മുക്കി സ്നാനപ്പെടുത്തുക. പക്ഷെ യഥാർത്ഥ സ്നാനം വെച്ച് നോക്കിയാൽ മുക്കൊന്നും വേണ്ട, അവർ തന്നെ സ്നാനം ചെയ്യുക. ഒരാൾ പോലും അവിടെ നിൽക്കണമെന്നില്ല. പക്ഷേങ്കിൽ ഒരാൾ അവിടെ എപ്പോഴും ഒരു പുരോഹിതൻ അവിടെ കാണും. കാരണം ഫുൾ ഇമേഴ്സ് ചെയ്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി, ഫുൾ മുങ്ങിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു പുരോഹിതൻ അവിടെ കാണും. ഇല്ലെങ്കിൽ അവരോട് തന്നെയാണ് മുങ്ങി പോകേണ്ടത്. പക്ഷെ ഫുൾ മുങ്ങണം. ഇന്ന് നമ്മൾ ദേവദാസന്മാർ അസിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഫുൾ മുങ്ങാൻ വേണ്ടി, മനസ്സിലായി? ചിലപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഒത്തിരിയും പേര് കാണും, വെള്ളത്തെ പേടിയുള്ളവരൊക്കെ കാണും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഇത് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം അപ്പം അങ്ങനെ മിക്ഫോത്ത് ഒരു ക്ലൻസിങ് ആണ്. മനസ്സിലായി? ഹോളി സ്പിരിറ്റിൻ്റെ സ്നാനത്തിൻ്റെ ഒരു ക്ലൻസിങ് വെള്ളത്താലും ആത്മാവിനാലും. ഓക്കെ. പിന്നെ ജീസസ് ക്രൈസ്റ്റ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ, ഒരു കൺവിക്ഷൻ. ഓക്കെ, കൺവിക്ഷൻ അത് ഓൾറെഡി പറഞ്ഞു. ഓക്കെ. ബൈബിളിൻ്റെ അകത്ത് പ്യൂരിഫിക്കേഷൻ ഫയറിനെ പല രീതിയിൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് അത് ജഡ്ജ്മെൻ്റ് ആണോ പ്യൂരിഫിക്കേഷൻ ആണോ എന്ന് ഇത് ചെയ്യുന്നു. ഓക്കെ. പിന്നെ പെന്തക്കോസ്ത് നാളിൽ യേശുക്രിസ്തു പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ഒരിക്കലായിട്ടാണ്. ഓക്കെ. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്ന് പറയുന്നത് ഒരിക്കലായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ഇൻഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എവറി ഡേ ഇൻഫിൽ ചെയ്യണം. ഓക്കെ. അത് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ പ്രത്യേകം രീതിയിൽ ഒരു മിഷനായിട്ട് പറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയിൽ ബർണ്ണബാസും പോളും ഉപവാസത്താലും പ്രാർത്ഥനയാലും അപ്പോസ്തലപ്രവൃത്തി 13:2 മുതലുള്ള വാക്യത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒരു മിഷനായിട്ട് സെൻഡ് ചെയ്യും. വെൻ അനോയിൻറ്റ് ചെയ്ത് ഒരു മിഷനായിട്ട് സെൻഡ് ചെയ്യുമ്പോൾ എവറിത്തിങ് ദാറ്റ് യു നീഡഡ് ഫോർ ദാറ്റ് മിഷൻ വിൽ ബി ഗിവൻ ടു യു അക്കോർഡിംഗ്ലി. ഓക്കെ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞാൽ നിങ്ങൾ പോകുമ്പോൾ ഒന്നും എടുക്കരുത്.
എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ദിനമിത്തി അത് കഴിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ മരണം, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഹോളി സ്പിരിറ്റിൻ്റെ ഇത് കഴിഞ്ഞ ശേഷം ഒരാളിൽ പഴയ പോൾക്ക് ഹോളി സ്പിരിറ്റ് ഇരുന്ന് ഇങ്ങനെ വിങ്ങുന്നുണ്ട്. ഈ ലൈക്കിനോ എന്തുവാ ഗ്രീവ് ചെയ്യുന്നുണ്ട്. ദൈവമേ, ഇവനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു ഗ്രോണിങ് ചെയ്യുന്ന ഒരു അനുഭവമാണ് എപ്പോഴും. മനസ്സിലായി? ആ ഡിറ്റാച്ച്മെൻറ്റ്, പാപത്താൽ ഡിറ്റാച്ച്മെൻറ്റ് വന്നതുകൊണ്ട് ഗ്രോണിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ആയിരിക്കും നമ്മളൊരു ഒരു ഒരു സുവിശേഷ മെസ്സേജ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ട്രാക്റ്റ് തരുന്നത്. ബൈബിളിൽ പറയുമ്പോൾ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും. സോ ഒരാളിലെ രൂപാന്തരം, മാനസാന്തരം, മനസ്സിലായി, അത് വരുന്നത്, ഒരു റീബർത്ത് വരുന്നത്, ഇറ്റ് മസ്റ്റ് ഹാവ് ടു ബി ഫ്രം ബൈബിൾ, വേർഡ് ഓഫ് ദ ഗാഡ്, മസ്റ്റ് ഹാവ് ടു ബി ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ. മറ്റൊരാളുടെ ടെസ്റ്റ്മനി കേട്ടോണ്ടായിരിക്കാൻ പറ്റത്തില്ല. ടെസ്റ്റ്മനി അത് ഇൻസ്പിറേഷനായിരിക്കും വരുന്നത്, അത് ഇമോഷണലിൽ നിന്ന് വരുന്നു. മനസ്സിലായി? പക്ഷെങ്കിൽ റീബർത്ത് മസ്റ്റ് ഹാവ് ടു ഹാപ്പൻ ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്. ഓക്കെ. അത് കൂടാതെ അത് ദൈവത്തിൻ്റെ വചനത്താലും ആയിരിക്കണം, യേശു ക്രിസ്തുവിനെ പറ്റി. അത് ത്രൂ ട്രാക്റ്റ്, ഗോസ്പൽ മെസ്സേജ്, അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ ട്രാക്റ്റിനെ ഒന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ. ഞാൻ ഒത്തിരിയും പേര് ഇപ്പോൾ ഒരു ദേവദാസനുണ്ട്, ആഷ്ബറി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കീനറിനെ, ഗ്രേറ്റ് കീനറാണ് അല്ല, കീനർ എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ട്. ആ ദേവദാസൻ ഒരു ഏത്യസ്റ്റായിരുന്നു. ഒരു ട്രാക്റ്റ് മുഖാന്തരമാണ് രക്ഷപ്പെട്ടത്. എനിക്കറിയാം എത്ര പേര്. ഞങ്ങൾ ന്യൂയോർക്ക് ചർച്ച വെച്ച് ട്രാക്റ്റ് കൊടുക്കുമ്പോൾ അനേക പേർക്ക് അത് മൂലം എന്തോ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ട്രാക്റ്റ് ഒന്നും ഒരു നിസ്സാരമായിട്ട് കരുതല്ല. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തുവാണെങ്കിലും ചെയ്യണം. ദൈവനാമത്തിന് കിങ്ഡം ഓഫ് ഗാഡ്, ഫോർ ഗ്ലോറി ഓഫ് ഗാഡ് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം. ട്രാക്റ്റ് ആയാലും, അത് ഒരാളോട് ഗോസ്പൽ മെസ്സേജ് പറയുകയാണെങ്കിലും, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിലും, എന്തുവാണെങ്കിലും മനസ്സിലാവും ചെയ്യണം. ബട്ട് ഇവിടെ നമ്മുടെ ബൈബിൾ പറയുന്നത് അന്ന് ട്രാക്റ്റും ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വചനം കേൾവിയാലും, അല്ല വിശ്വാസം കേൾവിയാലും ദൈവത്തിന് വേണം. റോമാലേഖനം 11-ാം അധ്യായത്തിലാണ് 10:17 റോമൻസ് 10:17 അത് വരും. മനസ്സിലായി? അപ്പം ആ ഒരു കൺവിക്ഷൻ, ആ പ്യൂരിഫിക്കേഷൻ, ആ ഫയർ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അയ്യോ ഞാൻ പാപിയാണേ എന്ന് പറഞ്ഞൊരു ഒരു ഒരു കരച്ചിലായിരിക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അത് വന്നപ്പോൾ ഞാൻ പാപിയാണ്, ഏതാണ്ട് ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ ഭയങ്കര തെറ്റ് ചെയ്തു. എനിക്ക് ഒരു രീതിയിലും ഇത് കരയാനങ്ങ് തുടങ്ങി. കരഞ്ഞ് എനിക്ക് എന്ത് പറഞ്ഞാലും കരച്ചിൽ വരും. എനിക്ക് അതിൻ്റെ അപ്പുറത്ത് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഇതേപോലെ ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. മനസ്സിലായി? അന്ന് കല്യാണം കഴിച്ചു, എനിക്ക് ആദ്യത്തെ കുഞ്ഞും ഉണ്ടായിരിക്കുന്ന സമയം അവരെക്കാട്ടിയൊക്കെ മോർ ഇമ്പോർട്ടൻസ് എനിക്കിതായിരുന്നു. എനിക്ക് അത്രയും വലിയ സന്തോഷം കിട്ടിയിട്ട് പോലും ജീവിതത്തിലെ കല്യാണവും എല്ലാവരിലും ചെറിഷ് ചെയ്യുന്നത്, അത് കല്യാണം കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ എന്തോ ഒരു സന്തോഷം, അതിൻ്റെയൊക്കെ ഒരു മില്യൺസ് ഓഫ് ഇരട്ടി സന്തോഷമായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ കരച്ചിൽ, അയ്യോ ഐ നീഡ് ടു ഡു സംതിങ് എന്നുള്ള അതെ, മനസ്സിലായി? അത് കഴിഞ്ഞ് അന്ന് ആ ഒരു രക്ഷയുടെ സന്തോഷം നമ്മളിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സണാണ്. ഓക്കെ. അതാണ് റീബർത്ത് എന്ന് പറയുന്നത്. റീബർത്ത്, പിന്നെ ആ റീബർത്തായിരിക്കുന്ന പേഴ്സൺ പിന്നെ അടങ്ങിയിരിക്കത്തില്ല. ഒറിജിനൽ റീബർത്താണെന്നുണ്ടെങ്കിൽ, ഒരു വചനത്താൽ മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ കേട്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ്. അത് ഇൻസ്പിറേഷൻ ആയിരിക്കും. അന്നേരമൊന്നും ഇഫ് ഇറ്റ് ഈസ് എ ട്രൂ റീബർത്ത്, നെക്സ്റ്റ് മൂമെൻറ്റിൽ നിങ്ങൾ ജലത്താൽ സാക്ഷിയായിരിക്കും. നിങ്ങൾക്ക് അടങ്ങിയിരിക്കും. ദൈവദാസൻ P.T. തോമസ് മാഷ് പറഞ്ഞത്, ഒരു പാമ്പ് ഒരു മനുഷ്യൻ്റെ ദേഹത്ത് കെട്ടിയിരിക്കുമ്പോൾ എങ്ങനെ ഉരിഞ്ഞു കളഞ്ഞ് എങ്ങനെയും പോയി കഴുകിക്കളയും. ആ ഒരു ഇതാണ് റീബർത്ത് ഹാപ്പൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരാൾ ഇരിക്കുമ്പോൾ ആദ്യം പോയി
ജലത്താൽ സാക്ഷി. ആ ജലത്താൽ സാക്ഷീകരിച്ച് കഴിഞ്ഞ ഉടനെ കുറച്ച് നാൾ കാത്തിരിക്കുമ്പോൾ ആ ഒരു ഇതോടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്താൽ നിറയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്ന് പറഞ്ഞാൽ ദൈവസാദസം പറഞ്ഞ് എണ്ണയിൽ പൊരിച്ച് എടുത്ത പോലെ, മനസ്സിലായി? ഇപ്പം നമ്മൾ എണ്ണയിൽ ഒരു സാധനം പൊരിച്ചെടുക്കുമ്പോൾ ആ എണ്ണയുടെ മയ എപ്പോഴും കോട്ടിങ് ആവത്തെ കാണത്തില്ലേ? ഇതൊരു മനസ്സിലാകാൻ വേണ്ടിയുള്ള കേട്ടോ. ഫോർ എക്സാമ്പിൾ ആയിരിക്കും, എന്നോട് ക്ഷമിക്കുക, ബട്ട് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ ഇത് ഹോളി സ്പിരിറ്റിൻ്റെ സ്നാനം എന്ന് പറയുമ്പോൾ ആ ഓയിലിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും നമ്മുടെ യൂത്തിൽ കാണും. അത് പെട്ടെന്ന് എടുത്തിട്ട് തന്നെ അകം വേഗത്തില്ല, കുറച്ച് മുരിഞ്ഞെടുക്കാമെങ്കിൽ അകവും നല്ല ചൂടുകൊണ്ട് നല്ല ഇതായി കിട്ടും, മനസ്സിലായി? ഹോളി സ്പിരിറ്റിൻ്റെ അത്. പക്ഷേ ഇത് ഓർഡർലി സംഭവിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്, സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടാണ് എന്തോ റീബർത്ത് ഹാപ്പൻ ചെയ്തതും ഹോളി സ്പിരിറ്റിലാണെന്ന് അറിഞ്ഞത്. എന്നാൽ റീബർത്തും ഹോളി സ്പിരിറ്റും എല്ലാം ഒരുമിച്ച് സംഭവിച്ചിട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട്. അപ്പം ഹോളി സ്പിരിറ്റിനെ ഡിസൈഡ് ചെയ്ത് നമ്മളല്ല, ഹോളി സ്പിരിറ്റ് ഡസ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. ഓക്കെ, അതിന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളിൽ എങ്ങനെ ക്രിയ ചെയ്യുന്നത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇതാണ് ബൈബിളിൽ പറഞ്ഞ ഒരു ഓർഡർ, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഓർഡർ, മനസ്സിലായി? ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ സ്നാനം ഒരു റീബർത്ത് ഉണ്ടാകുമ്പോൾ ചിലപ്പം ഹോളി സ്പിരിറ്റിൻ്റെ സ്നാനത്താൽ തന്നെ റീബർത്ത് ഉണ്ടാകുന്നുണ്ട്, മനസ്സിലായി? റീബർത്ത് ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് വീണ്ടും ജനനം എന്ന് പറഞ്ഞേ അത് പല ഡിഫറെൻറ്റ്. നിക്കോദിമോസിനോട് പറഞ്ഞത് റീബർത്ത് വരുമ്പോൾ അവൻ യഹൂദനായിരുന്നു. യഹൂദനിൽ നിന്ന് നൗ ട്രാൻസ്ഫർ യു ടു കിങ്ഡം ഓഫ് ദൈവത്തിൻ്റെ പൈതലായിട്ട് യൂണിറ്റ് മറ്റേ ത്യജിച്ച് കളഞ്ഞിട്ട് ഇതായിട്ട് വരുന്നു, മനസ്സിലായി? അങ്ങനെ ഒത്തിരി ആ ഒരു നിക്കോദിമോസിൻ്റെ തന്നെ അതിൻ്റെ അകത്തൊരു 3 ഡിഫറെൻറ്റ് ലെയർ ഓഫ് നമുക്ക് ഇത് എങ്ങനെ പഴയതിൽ നിന്ന് പുതിയതിലോട്ട് വരുന്നതിന് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. പഴയ പാപിയായി വരുമ്പോൾ ഞാൻ പാപിയാണേ എന്നുള്ളൊരു ഒരു 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 ഇത് വരും. അത് കഴിഞ്ഞിട്ട് ഒരു റീബർത്ത്. ആ റീബർത്ത് വരുമ്പോഴാണ് പറയുന്നത് നമ്മൾ ദൈവരാജ്യം കണ്ടു. പിന്നെ ഒരാൾക്ക് പരിശുദ്ധാത്മാ സ്നാനം, ആ ആൾക്ക് ഇതുള്ളൂ. ചില ആൾക്കാർ പറയും പരിശുദ്ധാത്മാ സ്നാനം ഇസ് നോട്ട് നീഡഡ്. ചില ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാ സ്നാനം നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ബൈബിളിൻ്റെ അകത്ത് വെള്ളത്താലും ആത്മാവിനാലും സ്നാനം കഴിക്കേണ്ടത് 2 ഡിഫറെൻ്റായിട്ട് പറയുമോ? ഇല്ല. ചിലപ്പോൾ ഇതൊക്കെ നടക്കും, മനസ്സിലായി? നമുക്ക് അക്കോർഡിംഗ് ടു നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഹോളി സ്പിരിറ്റ് ഡസ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. ഓക്കെ, ഇതൊക്കെ ഒരു ഇതായിട്ട് വന്നത്. പിന്നെ ഹോളി സ്പിരിറ്റ് പിന്നൊരു എക്സാമ്പിൾ പറയുന്നത് തന്നെ ഹോളി സ്പിരിറ്റിൻ്റെ ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ബാപ്റ്റിസം എന്ന് വെച്ചാൽ നമ്മളൊരു കടലിലോട്ട് ഇറങ്ങുക. ഇൻഫില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കടലിൽ ഡെയിലി നീന്തുക, മനസ്സിലായോ? അപ്പം ബാപ്റ്റിസം ഹാപ്പൻസ് ഓൺലി വൺസ് ബട്ട് ദ ഫില്ലിംഗ് ഹാപ്പൻസ് മെനി ടൈംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകം 47-ാം അധ്യായം വായിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു ഒരു 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 ഞാൻ ഒരു അടിപൊളി രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ദേവാലയത്തിൽ നിന്ന് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് അത് എന്തോ രസമെന്നറിയാതെ ഇത് ഇത്രയും രസകരമായി അത് നമ്മൾ ആ മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ അടിപൊളി. എൻ്റെ ദൈവമേ ഇത്ര നല്ല രസമായിട്ട് എഴുതിയെടുക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് മുട്ടോളമല്ല അരോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരവസ്ഥ, മനസ്സിലായി? മുട്ടോളമല്ല അരോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആ സ്നാനം ഡെയിലി എവറി ഡേ ഇൻഫില്ലിങ്. ഓക്കെ, അത് ഹോളി സ്പിരിറ്റിൻ്റെ ഇത് കാര്യം മനസ്സിലായി. ബാപ്റ്റിസം ഹാപ്പൻസ് അത് ഇൻഫില്ലിങ് എവറി ഡേ. അനോയിൻറ്റിങ് ഈ റീബർത്തിനും അനോയിൻറ്റിങ് പറയുന്നുണ്ട്, മനസ്സിലായി? പരിശുദ്ധാത്മ സ്നാനത്തിനും റീബർത്തിനൊക്കെ ഒരു അനോയിൻറ്റിങ് പറയുന്നു. ദെൻ ദർ ഇസ് അനദർ അനോയിൻറ്റിങ് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ലീഡർഷിപ്പിനെ കൊടുത്ത പോലെ ഇവിടെ സ്പെഷ്യൽ ടാസ്കിന് വേണ്ടി ഒരു അനോയിൻറ്റിങ് ഉണ്ട്. 2 അനോയിൻറ്റിങ്ങിനെ പറ്റി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം സെക്കൻഡ് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ എംപവർ ചെയ്യുക ഒരു സ്പെഷ്യൽ ടാസ്കിന് വേണ്ടി.
ബെസ്റ്റ് എക്സാമ്പിളാണ് പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും കാര്യങ്ങൾ. ഓക്കെ, അത് ഓരോ ദൈവം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ എന്താണ് ഇതിൻ്റെ പർപ്പസും ആ റോളും എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, വാട്ട് ഈസ് എ പർപ്പസ്? ഒന്ന്, സാൽവേഷൻ, നമ്മുടെ അകത്തെ രക്ഷയ്ക്ക് വേണ്ടി കൺവിക്ഷൻ തരിക, മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരു റീജനറേഷൻ, ഒരു വീണ്ടും ജനനത്തിന്, പഴയ വ്യക്തിയിൽ നിന്ന് മാറി ഒരു പുതിയ വ്യക്തിയെ ഞാൻ എന്നോട് ക്ഷമിക്കണം ഇങ്ങനെ പറയാം, പുതിയ വ്യക്തിയെ കണ്ടാലറിയാം, ഒരു ദൈവവേദനെ കണ്ടാലറിയാം, കാണുമ്പോഴേ അറിയാം അവൻ ഒരാൾ ദൈവ പൈതലാണെന്ന്, മനസ്സിലായി. അതെങ്ങനെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാത്തിലും നമുക്കറിയാം, തിരിച്ചറിയാൻ പറ്റും ഒരു വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയാണോ ഇല്ലയോ എന്ന്. പല ആൾക്കാരും എന്നോട് പറയുന്നത് കണ്ടാലറിയാം, ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അത് നിങ്ങൾ തന്നെ കീപ്പ് ചെയ്തോ. ഓക്കെ, കാര്യം എന്ന് കഴിഞ്ഞാൽ ഇത് ഒന്നല്ല, ഒത്തിരി പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ന്യൂയോർക്ക് ചർച്ച വെച്ചു, ഒരു അങ്കിളല്ല, ഒരു ചേട്ടായി ഇതേപോലത്തെ വിഗും ഇങ്ങനെ സകല കാര്യങ്ങളും ഉണ്ടായി. ഹോളി സ്പിരിറ്റ് വന്നെന്ന് സകലതും വിഗും മീശ അങ്ങനെ വന്നിട്ട് സകലതും കളഞ്ഞ്, മനസ്സിലായി, ഒരു ഡിഫറെൻറ്റ് പേഴ്സണായിട്ട്. സോ അങ്ങനെ ഒന്നല്ല, ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ സ്നാനത്താൽ നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. എൽ ഷേപ്പിലൊക്കെ ഇരുന്ന് ആരാധിച്ചു, 1/2 മണിക്കൂർ മേളിൽ ഇരുന്ന് ആരാധിച്ചിട്ട് ഇപ്പോൾ അവർ ദൈവ വിശ്വാസം പോലും ഇല്ലാതെ പോയി ആൾക്കാർ, കംപ്ലീറ്റ് ദൈവത്തിൽ നിന്ന് മാറിപ്പോയ ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, അവർ വിശ്വാസം ത്യജിച്ച് കളഞ്ഞവർ, മനസ്സിലായി, കംപ്ലീറ്റ് ലൈക്ക് സ്ഥലം പോരാത്ത പോലെ ആരാധിച്ച വ്യക്തികളൊക്കെ ഇന്ന് വിശ്വാസത്തിൽ പോലും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഭൂതങ്ങളെ വരെ ഓടിച്ച ദേവദാസന്മാരെ ഇന്ന് ദൈവമുഖത്ത് പോലും ഇല്ലാത്ത ദൈവദാസന്മാരെ കണ്ടിട്ടുമുണ്ട്, മനസ്സിലായി. അങ്ങനെ എല്ലാം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നും ഒരു ഇതില്ല, മനസ്സിലായി. ബട്ട് ദിസ് ഈസ് ഹൗ നമ്മൾ ഒരാൾ വ്യക്തിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ സാധിച്ചു, പിന്നെ ഇന്നർ റിലിവൽ ആൻഡ് ഹോളിനെസ്, സാൻറ്റിഫിക്കേഷൻ, ഒരു തീരാ ദാഹമായിരിക്കും ഹോളിനെസ്സിന് വേണ്ടി. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യേശുക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിൻ്റെ അകത്ത് 4-ാം അധ്യായത്തിൻ്റെ അകത്ത് വായിക്കുമ്പോൾ യേശുപ്പച്ചൻ ആ സ്ത്രീയോട്, ശമരിയക്കാരത്തെ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഈ വെള്ളം കുടിച്ചാൽ എന്നും ദാഹിക്കും, ഒരിക്കലും ദാഹിക്കാത്ത ഒരു വെള്ളം, മനസ്സിലായി, ജീവൻ്റെ ജലം. അപ്പോൾ എന്ന് പറയുന്നത് ഒരു നമ്മളിൽ ആ സാങ്ക്ടിഫിക്കേഷൻ, നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമെന്നോ എഡിഫൈ ചെയ്യാൻ പറ്റുമെന്നോ, മറ്റുള്ളവർക്ക് ഇവന് വട്ടാണെന്ന് തോന്നും, അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും ഇവൻ ഈ പുള്ളി ഡിഫറെൻറ്റ് ഇതാണെന്ന്. അതേപോലെ എന്ത് ചെയ്താലും ദൈവനാമത്തെ എങ്ങനെയായാലും ഉയർത്തി കാണിക്കണം, മനസ്സിലായി. അതായിരിക്കും സാങ്ക്ടിഫിക്കേഷൻ. അതല്ല, അത് അങ്ങനെ ഉയർത്തി കാണിക്കും. അതേപോലെ ത്രൂ സാങ്ക്ടിഫിക്കേഷൻ. പിന്നെ തീരാ ഒരു ദാഹം ഹോളിനെസ്സിന് വേണ്ടി. ഇന്ന് ആ ഹോളിനെസ് എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർ നമ്മളെ അടിച്ചു വെളി കളയും. ഹോളിനെസ് എന്ന് പറയാൻ പാടില്ല എന്ന് ഇന്ന് അതൊരു റൈറ്റ് വേ അല്ല, മനസ്സിലായി. ഹോളിനെസ്സിന് വേണ്ടിയുള്ളൊരു ദാഹമായിരിക്കും സാങ്ക്ടിഫിക്കേഷൻ ത്രൂ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ നമ്മളെ ഒരു നല്ല പാത്രമായി, ക്ലീൻ പാത്രമാക്കി നടക്കാൻ. പി.ടി. തോമസ് വർഷം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേഹത്തൊരു പാമ്പാണ്, നമ്മളെങ്ങനെയും എടുത്ത് കളയാം. അതേപോലെ നമ്മളെ ക്ലീൻ ആക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുക, ഒരു അഴുക്ക് പാത്രത്തിൽ നമുക്ക് കുടിക്കാൻ നമ്മൾ കുടിക്കുമോ? അത് നമ്മൾ നല്ല പാത്രത്തിലായിരിക്കുമോ? ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നതായാലും വെള്ളം കൊടുക്കുന്നതായാലും നല്ല പാത്രത്തിലായിരിക്കുമോ അഴുക്ക് പാത്രത്തിലായിരിക്കുമോ? നല്ല പാത്രത്തിലായിരിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും നമ്മളെ ഒരു നല്ല വെസലാക്കി തീർക്കുവാൻ. അപ്പോൾ അതില്ലെങ്കിൽ മനസ്സിലായോ, എവിടെയോ സംതിങ് റോങ്. ഓക്കെ, പിന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണെ എക്സ്ട്രാ ഓർഡിനറി ആക്കി തീർക്കുക. ഓക്കെ, പിന്നെ നമ്മളെ ഡെയിലി പരിശുദ്ധാത്മാവിൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുക.
ഓക്കെ. അടുത്തത് എന്തെന്ന് കഴിഞ്ഞാൽ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംഫർട്ടറായി, അഡ്വക്കേറ്റായി, നമുക്ക് വേണ്ടി പാരക്ലീറ്റോ, മനസ്സിലായോ? അതിന് നമുക്കൊരു സീൽ ഓഫ് സാൽവേഷൻ കൊടുക്കും. പിന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് ദൈവരാജ്യത്ത് ഇരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോവോ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വർഗത്തിൽ പോവോ ഇല്ലയോ എന്നൊക്കെ ഒരു ഭീതി വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഹോളി സ്പിരിറ്റിൻ്റെ കുറവുണ്ട് ജീവിതത്തിൽ. മനസ്സിലായോ? സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പം ഒരു അഷ്വറൻസ് എപ്പോഴും കാണും. കാരണം കണ്ണട നമ്മുടെ കണ്ണെ വെച്ചുകൊണ്ട് നമ്മൾ കണ്ണട തപ്പുന്ന പോലെ ആയിരിക്കും ഹോളി സ്പിരിറ്റിനെ നിറഞ്ഞൊരു വ്യക്തി സ്വർഗത്തിൽ പോകുന്നത്. അങ്ങനെ പറയുന്നത് തന്നെ ഒരു തോൽവിയാണ്. മനസ്സിലായി? ദൈവരാജ്യത്ത് കണ്ടു എൻട്രി ചെയ്ത വ്യക്തി പിന്നെ ഞാൻ എൻട്രി ചെയ്യുന്ന ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ. എൻട്രി ചെയ്തതിൻ്റെ നമ്മൾ സീലാണ് നമ്മുടെ അതോറിറ്റി സീലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ടിക്കറ്റും കൈവച്ചുകൊണ്ട് നമ്മൾ പിന്നെയും കയറിയോ ചിന്തിക്കുമോ? ഇല്ല. ഓക്കെ. അതെന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ പിന്നെ പറഞ്ഞാലും. ഓക്കെ. സ്ട്രെങ്തൻ ഇൻഡ്വെല്ലിംഗ് കംഫർട്ട് ടീച്ചർ അതേപോലെ നമ്മളെ ടീച്ച് ചെയ്യും, ഗൈഡ് ചെയ്യും ത്രൂ സ്ക്രിപ്ചർ, ത്രൂ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടി ചിലപ്പം മനസ്സിലായി ആ ഹോളി സ്പിരിറ്റ് നമ്മളെ ഗൈഡ് ചെയ്യും. കല്യാണം, എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ നമ്മൾ ആ ഹോളി സ്പിരിറ്റിനോട് ചോദിക്കുന്നത് ഹോളി സ്പിരിറ്റ് നമ്മളെ ഗൈഡ് ചെയ്യും ഓരോ കാര്യത്തിലേക്കും. ഓക്കെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥന പറയുന്നു. ഓക്കെ. ഗൈഡൻസ് തരും. അതേപോലെ സ്ക്രിപ്ചറിൽ കൂടെ നമുക്ക് ഗൈഡൻസ് തരും. എന്തുവാ പറയേണ്ടത്, എന്തുവാ പ്രസംഗിക്കേണ്ടത്, എന്തുവാ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം. ഇപ്പോൾ ഹോളി സ്പിരിറ്റിലാണെന്ന് അറിഞ്ഞു പ്രസംഗിക്കുകയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരിട്ട് കുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിയൽ ഹോളി സ്പിരിറ്റാണോ? അതുകൊണ്ടാണ് കുത്തി പ്രസംഗിക്കില്ലെന്ന് പറയുന്നത്. ഓക്കെ. അതൊന്ന്. ഓക്കെ. പിന്നെ അടുത്തത് എംപവർമെൻറ്റ് ടു വിറ്റ്നസ്. ഇതൊരു മെയിൻ സംഭവം. സ്പ്രെഡ് ദ ഗോസ്പൽ. അതുവരെ ഇപ്പം അപ്പോസ്തലന്മാർ പേടിച്ചിരുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞപ്പം നേരെ പോയത് എവിടെ? ഏഷ്ലിൻ ദേവാലയത്തിൽ പോയിരുന്ന് മറ്റുള്ളവരോട് സുവിശേഷം പറയാം. ജയിലോ മരണമോ ഒന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ദൈവരാജ്യം പറയാം. അന്ന് പ്രസംഗിച്ചപ്പോൾ കേട്ട ആൾക്കാർക്ക് കുത്തുണ്ടായി. പക്ഷെ അവരെ കുത്തിയല്ല പ്രസംഗിച്ചത്. മനസ്സിലായി? കേട്ടപ്പോൾ ആ പ്രസംഗം കേട്ടപ്പോൾ അവർക്കൊരു കൺവിക്ഷൻ വന്നു. അവർ കുത്തലുണ്ടായി. മനസ്സിലായി? അവരെ കുത്തി പ്രസംഗിച്ചതല്ല. ഹോളി സ്പിരിറ്റ് കുത്തി ഒരിക്കലും പ്രസംഗിക്കില്ല. അവർക്ക് കൺവിക്ഷൻ ഉണ്ടായി. മനസ്സിലായി? ഹോളി സ്പിരിറ്റ് ത്രൂ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പ്രസംഗിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ കൺവിക്ഷൻ ഉണ്ടാകും. മനസ്സിലായി? വീണ്ടും ജനത്തിൻ്റെ അനുഭവം ഉണ്ടാകും. പാപത്തെപ്പറ്റി, നീതിയെപ്പറ്റി, ന്യായവിധിയെപ്പറ്റി ഉള്ളൊരു ബോധം അവരുടെ ജീവിതത്തിലുണ്ടാകും. അല്ലാതെ അവരെ കുത്തി നോവിച്ച് അല്ല പറയുന്നത്. ഓക്കെ. പിന്നെ ബോൾനെസ്, അഷ്യൂറൻസ്, ഒരു പേടി എല്ലായിടത്തും പറയാനും പ്രസംഗിക്കാനും പിന്നെ എങ്ങനെയെങ്കിലും എഡിഫൈ ചെയ്യാൻ. മനസ്സിലായി? പിന്നെ പവർ ടു റെസിസ്റ്റ് ടെംപ്റ്റേഷൻ. മനസ്സിലായി? ഇപ്പോൾ ഹോളി സ്പിരിറ്റിനാന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ് ഗ്രീഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് റോങ്, ലെസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ സംതിങ് റോങ്. മനസ്സിലായി? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂണിറ്റി ഇൻ ബിലീവേഴ്സ്. മനസ്സിലായി? യൂണിറ്റി ഇൻ ബിലീവേഴ്സ് അതുണ്ട്. ഓക്കെ. ഞാൻ ഒരു ഫെലോഷിപ്പ് എന്ന് പറയുകയും ചെയ്യും. കാല് വരുന്നതും ഗോസിപ്പ് പറയുന്നതും മനസ്സിലായി? അങ്ങനത്തെ ഒന്നുമില്ല. ട്രൂ ഫെലോഷിപ്പ്. ഓക്കെ. ഒന്ന്. പിന്നെ എക്യൂപ്പ് വിത്ത് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ലൈക്ക് പ്രോഫസി, ടങ്സ്, ഹീലിംഗ്, വിസ്ഡം. മനസ്സിലായോ? ബാക്ക് സ്റ്റാബിങ്ങും ഗോസ്പൽ എന്ന് പറയുന്നു. ഇത് പറയാൻ കാര്യം എന്താ ചെയ്യുക? എനിക്ക് നമ്മളോട് ഇങ്ങനെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പല ആൾക്കാരെ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. മനസ്സിലായോ? അപ്പം വിചാരിക്കല് ഞാൻ എന്നെ കുത്തിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പലരും പല അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ നിരാശയുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞേ കേട്ടു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പം നമ്മളായാലും ചിലപ്പോൾ ഫോൺ എടുക്കുമ്പം അധികം ഫോണെടുത്ത് സംസാരിക്കുന്നത് എന്തോ ആയിരിക്കും. ഫോണെടുത്ത് സംസാരിച്ചിരിക്കുന്നത് ഒരു വിഷയം ആരെങ്കിലും എന്തെങ്കിലും കുറ്റവും കുറവോ അതിനെ പറ്റിയില്ലേ.
എന്തിനാ അങ്ങനെ പറയുന്നത്? ഫോൺ വിളിക്ക്, ആ ഫോൺ വിളി നിർത്തിയിട്ട് ദൈവത്തോട് ഫോൺ വിളി, ഒരു വചനം എടുത്ത് വായത്, അല്ലെ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കുക. റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ, റെസിസ്റ്റ് ദ ഫോൺ വിളി, സിനിമ കാണത്തില്ല, പക്ഷേ ഫുൾ ടൈം ഇരുന്ന് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കും, അല്ലെ സ്പോർട്സ് കണ്ടുകൊണ്ടിരിക്കും, അല്ലെ സിനിമ കണ്ടുകൊണ്ടിരിക്കും. തെറ്റല്ലേ? മനസ്സിലായോ? സിനിമ കാണത്തില്ല, അപ്പുറത്ത് നിന്ന് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കും. തെറ്റല്ലേ? ദൈവനാമത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായി? അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ, റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ, എഡിഫൈ യൂണിറ്റി ഇൻ ബിലീവേഴ്സ്, ഫെലോഷിപ്പ്, ഗ്രൂപ്പിസം ഇല്ല. ഇപ്പോൾ ചർച്ചിലൊക്കെ ഒരു ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫെയിലിയർ. ആ ചർച്ചിൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ ഫെയിലിയർ. അത് മെമ്പേഴ്സായാലും ചർച്ചായാലും എന്തോ ആയാലും. മനസ്സിലായി? പിന്നെ എക്യൂപ്പ് ചെയ്ത് സ്പിരിച്വൽ ഗിഫ്റ്റ്, പ്രോഫസി, ടങ്സ്, ഹീലിംഗ്, വേസ്റ്റം, അങ്ങനെയുള്ള എല്ലാം. അത് കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഒരാൾ ലവ്, ജോയ്, പീസ് കണ്ടിട്ട്, ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരിക്കലും ചിരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടല്ല ദേഷ്യപ്പെട്ട മുഖം വെച്ചുകൊണ്ടിരിക്കും. പണ്ട് ദേവദാസും പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു വേറൊരു സമുദായത്തിലുള്ള വേറെ ഒരാളോട്, രക്ഷിക്കപ്പെടാത്ത ഒരാളോട് സുവിശേഷം പറഞ്ഞിട്ട് പറയും, അയ്യോ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ആ ബന്ധക്കോസുകാരത്തിൻ്റെ ദൈവത്തെയാണോ നിങ്ങൾ പറയാൻ വരുന്നത്? അയ്യോ എനിക്ക് വേണ്ട പറയുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ജോലിയിലുള്ള ഒരാൾ നമ്മളെപ്പറ്റി ഇതേപോലെ ഹോളി സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തിയെപ്പറ്റി ഇതേപോലെ മറ്റുള്ളവർ ടെസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോയ കേസിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും വരരുത്. മനസ്സിലായോ? അങ്ങനെയൊന്നും വരരുത്. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. മനസ്സിലായി? പിന്നെ പേഴ്സണൽ ആൻഡ് ചർച്ചിൻ്റെ ഡെവലപ്മെൻറ്റിനും ചർച്ചിൻ്റെ മിനിസ്ട്രിക്കും ഡെവലപ്മെൻറ്റിനും വേണ്ടിയൊക്കെ. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ഒരു കാൻഡിഡേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്യുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതാണ്. ഇന്ന് അതൊന്നും ഒരു റിക്വയർമെൻ്റ് ആണെന്ന് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല. ഇന്ന് അതൊന്നും ഒരു റിക്വയർമെൻ്റ് ഇല്ല. പണ്ട് ഏതൊരു കൊച്ചു കാര്യത്തിന്, ക്ലീൻ ചെയ്യുന്ന കാര്യത്തിനായപ്പോലും ഹോളി സ്പിരിറ്റിൻ്റെ ഇത് നിർബന്ധമായിരുന്നു. അപ്പം ഡ്രം അടിക്കുന്നതായപ്പോലും നിർബന്ധമായിരുന്നു. ഇന്ന് അതുകൊണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പിന്നെ അങ്ങനെ പിന്നെ ദൈവനാമത്തിനും മഹത്വത്തിനും പ്രത്യാശിക്കും, ദൈവരാജ്യത്തിനെ പറ്റി അറിയാനും അതിനുവേണ്ടി പ്രവർത്തിപ്പാനും, അതേപോലെ ഫ്യൂച്ചർ എറ്റേണിറ്റിയെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം സാബത്ത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. എന്തുവാ? ഈ ലോകത്ത് വരുവാനുള്ള ലോകത്തെ പറ്റി ഉള്ളത്. മനസ്സിലായി? എറ്റേണിറ്റിയെ പറ്റിയുള്ള ഹോപ്പിനെ പറ്റി, പ്രത്യാശയെ പറ്റി ഉള്ള ഇത്. ഓക്കെ, ഒരു ഇത്. പിന്നെ പ്രയർ, ഇൻ്റർസെസറി പ്രയർ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയമായിട്ട്. എനിക്കിത് ഒത്തിരി പ്രാവശ്യം ചിലപ്പം മനസ്സ് പല രീതിയിൽ ഭാരപ്പെട്ടിരിക്കും. എൻ്റെ അകത്തിരുന്ന് എനിക്കറിയാം ഒരാൾ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹോളി സ്പിരിറ്റിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഞാൻ ഒത്തിരി സംഭവങ്ങളിൽ ഇത് രുചിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ഭയങ്കര ടയർഡായിട്ട് മാത്രം മലക്കുന്നതെന്ന് പറഞ്ഞ് ദൈവത്തോടൊന്ന്, ദൈവമേ ഞാൻ ഭയങ്കര ടയർഡായി കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങി. എനിക്കൊരു കുറച്ച് ഉറക്കം കിട്ടിയെന്നറിഞ്ഞപ്പോൾ എന്നെ രാത്രി ഉണർത്തി. ഞാൻ ഉണർന്ന് എനിക്ക് ആ ഫുൾ പ്രെയർ പ്രാർത്ഥിക്കാനിടയായി കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? ആ സമയത്ത് എനിക്ക് ഒരു രക്ഷയില്ല, ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ പല അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ വിഷമത്തിലിരുന്ന സമയം എനിക്ക് വേണ്ടി അകത്തിരുന്ന് പാട്ടുകളാലും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു സമയം ഒരു ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടുക്കൽ വരെ തകർത്തതെന്ന് പറഞ്ഞു. കാരണം ഞാൻ അന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ വേറൊരു രീതിയിലാണ്. അപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര സങ്കടമുണ്ടായി. ഞാൻ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നമ്മൾ ഇത്രയും നാളും ബൈബിൾ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ അവരെന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിട്ട് പുതിയ വിത്ത് മനസ്സിലായി. അപ്പോൾ മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി അവരെടുത്തെങ്കിലും, പക്ഷേ ഞാൻ അന്നേരം
ആദ്യത്തേക്ക് 2 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് ക്വിറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വിഷമത്തിലിരുന്നപ്പം എനിക്ക് എൻ്റെ പുറയിലൊരു കാതുകളിലൊരു പാട്ട്, ഇൻ ക്രൈസ്റ്റ് അലോൺ മൈ ഹോപ്പ് ഈസ് ഫൗണ്ട് എന്നുള്ള പാട്ട്. ആ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ട് ആ പാട്ടിൽ കൂടെ എന്നെ ഇങ്ങനെ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വേറൊരു പ്രാവശ്യം ഇതേപോലെ നിരാശയോടുകൂടി വന്നപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കത് ഫീൽ ചെയ്യാം, അകത്തിരുന്ന് ഇങ്ങനെ ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു ഫീലിങ്സ്. അങ്ങനെ ഒത്തിരി പ്രാവശ്യങ്ങൾ, ഒത്തിരി സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഇന്നർ സ്ട്രെങ്ത് ചെയ്യുന്നത്, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ മനസ്സിലായി, മറ്റുള്ള സഭയ്ക്ക് വേണ്ടി വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ളൊരു ഇത് മനസ്സിലായി. അത് ബാപ്റ്റിസം ഇപ്പം മനസ്സിലായല്ലോ. ബാപ്റ്റിസം ഹാപ്പൻസ് വൺസ്, ഇൻഫില്ലിങ് ഡെയിലി. ഓക്കെ, അനോയിൻറ്റിങ് ഇതുപോലെ ഇത് വാക്കുകൾ മലയാളത്തിൽ വരുമ്പം അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, പരിശുദ്ധ നിറവ് എന്നൊക്കെ ഇങ്ങനെ വേണം. സ്നാനം ഒരിക്കലായിട്ട് സംഭവിക്കുന്നു, നിറവ് എന്നും അനുഭവിച്ചറിയാം. ഓക്കെ, അഭിഷേകം എന്ന് പറയുന്നത് അത് പല രീതിയുണ്ട്. വീണ്ടും ജന്മം പ്രാപിക്കുമ്പോണ്ട് പരിശുദ്ധാത്മ സ്നാനത്താൽ നിറയുമ്പോൾ പക്ഷേ പിന്നെ അഭിഷേകം ചെയ്ത് ഒരാളെ ഒരു ടാസ്കിന് വേണ്ടി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ അഭിഷേകം, കൈവെപ്പ് ശുശ്രൂഷ പോലെയൊക്കെയുള്ള ഒരു ശുശ്രൂഷയ്ക്ക് അനോയിൻറ്റിങ് എന്ന് പറയും. മനസ്സിലായി? അങ്ങനെ പറയും. പിന്നെ ഇതെല്ലാം മനസ്സിലായി, ഓർഡർലി ഹാപ്പൻ ചെയ്യണമെന്നില്ല. മനസ്സിലായോ? അങ്ങനെയും വരാം. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഈവിൾ സ്പിരിറ്റിന്. ഇപ്പോൾ ഹോളി സ്പിരിറ്റിനെ പറ്റി പറഞ്ഞ ഈവിൾ സ്പിരിറ്റിനെ കൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. ഈവിൾ സ്പിരിറ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എഫേസ്യ ലേഖനം 4:27 പറയുന്നത്, അതിൻ്റെ അകത്ത് പറയുന്നത് ഈവിൾ ഡു നോട്ട് ഗീവ് എ ഫുഡ് ഹോൾ ടു ദ ഈവിൾ സ്പിരിറ്റ്. മനസ്സിലായി? ഡു നോട്ട് ഗീവ് ദ ഡെവിൾ എ ഫുഡ് ഹോൾ. ഒരു സൂചി വയ്ക്കാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ അതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ ആ ദേവദാസൻ പറഞ്ഞത് എനിക്ക് എപ്പോഴും പറയും, ഈ ഒട്ടകം സൂചിക്കുള്ളിൽ കൂടെ കയറുന്ന ഇത് പറയില്ലേ, അത് ഹാർഡാന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പല രീതിയിൽ പറഞ്ഞെങ്കിലും സിമ്പിളായിട്ട് ദേവദാസൻ പറഞ്ഞു. എനിക്കത് അതിശയമായി തോന്നി, ഇത്ര സിമ്പിളായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പം ലോകം നമ്മളിൽ കയറാൻ പാടില്ല. മനസ്സിലായി? അതാണ് ഒട്ടകം സൂചിക്കുള്ളി. ഒരു ബോൾ വെള്ളത്തിൽ ഇടുമ്പം ബോളിൻ്റെ അകത്ത് വെള്ളം കയറി എന്താ പറ്റും? താണു പോകും. അല്ലാത്ത കാലത്തോളം അത് പൊങ്ങി. ഇതാണ് ആ ദേവദാസൻ പറഞ്ഞത്. മനസ്സിലായി? ഒട്ടകം സൂചിക്കുള്ളിൽ കൂടെ. ഇപ്പം പെട്ടെന്ന് ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഈവിൾ സ്പിരിറ്റിൻ്റെ കാര്യം. ആദ്യത്തെ ഈവിൾ സ്പിരിറ്റ് പാപത്താലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിബല്ലിയസ്നെസ് ആണ് മെയിനായിട്ട്. ഹൗ ഈ റിബല്ലിയസ്നെസ് വരുന്ന എങ്ങനെയൊക്കെയാണ്? അൺറിപ്പൻറ്റഡ് സിൻ ആണ്. ഒരു പാപം പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് കൺവിക്ഷൻ തരും, അത് ചെയ്യരുത് 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 ചെയ്യരുത്. ഇത് കുറച്ചാൾ കഴിയുമ്പോണ്ടല്ലോ ഹോളി സ്പിരിറ്റ് അതിന് നിർത്തും, അല്ലെങ്കിൽ നമ്മൾ ഹോളി സ്പിരിറ്റിനെ വകവയ്ക്കാതെ വരും. അത് റിബല്ലിയസ്നെസ് ആയിത്തരും. ആ റിബല്ലിയസ്നെസ്, ദാറ്റ്സ് എ ഡേഞ്ചർ. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ്. ഇപ്പം നിങ്ങൾ റിബല്ലിയസ്നെസ് ഉണ്ടോ, ഓർത്തോ ഈവിൾ സ്പിരിറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് തുടങ്ങുന്നത്. അതെങ്ങനെയൊക്കെ വരാം? ആങ്കറിൽ കൂടെ വരാം. ആങ്കറും ദേഷ്യവും, ഹേറ്റഡ്, പക, ഇത് രണ്ടും ഗോ ബൈ ഇത്. പിന്നെ പ്രൈഡ്, അഹങ്കാരം, പിന്നെ ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോഹത്തെ കൂടെ വരുന്നു. മനസ്സിലായി? ഇപ്പം നമ്മൾ ദൈവരാജ്യം അവകാശം പറ്റാതെ വരുന്ന കുറേ ലിസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിൻ്റെ തൊട്ട് മേളിൽ പറയുന്നുണ്ട്. എന്തോ കുറേ ലിസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല, ഇൻഹെറിറ്റ് ചെയ്യത്തില്ല. ദേ ഡോണ്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഇൻഹെറിറ്റ് ചെയ്യുന്ന ആയിരിക്കാം ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്. മനസ്സിലായി? ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. മനസ്സിലായി? അപ്പം സാത്താന് അല്ലെ ഈവിൾ, സാത്താൻ എന്നല്ല പോട്ടെ, സാത്താൻ വേറൊരു പേര്, ഈവിൾ ഒരു 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 ഒരു
ഒരു കൊച്ചു സൂചിക്കുഴലിനുള്ള പോലുള്ള സമയം ഒരവസരം കൊടുത്താൽ അത് പിന്നെ അത് അൺഫോർഗീവ്നെസ് ആയിരിക്കും, ബിറ്റർനെസ് ആയിരിക്കും, ക്ഷമിക്കാൻ പറ്റാത്ത. ഈ ബിറ്റർനെസ്സിനെ പറ്റി പറയുമ്പോൾ ബിറ്റർനെസ് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നറിയാം. ശാരീരികമായി എത്ര ഒരു മനുഷ്യനോട് ഒരാളോട് നമ്മൾ പക വെച്ചുകൊണ്ട് നടന്നുണ്ടല്ലോ, നമ്മളെ മാനസികമായി നമ്മളെ അല്ലാതെ ഒത്തിരി നമ്മളെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ ബാഡിയിൽ സ്ട്രെസ് ഉണ്ടാക്കും, ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും, മനസ്സിലായി. പിന്നെ ഐഡൽട്രി, നിങ്ങൾ വേറെ ഒരു വിഗ്രഹാരാധനയ്ക്കോ ഫെസ്റ്റിവലിനോ പേഗൻ വർഷിപ്പിനോ പേഗൻ ഫെസ്റ്റിവലിനോ പേഗൻ ഓഫറിങ്ങിനോ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഒരാളെന്നോട് പറഞ്ഞു ഞാൻ ഒരു പേഗൻ വർഷിപ്പിന് പോയി. ഞെട്ടിപ്പോയി, എൻ്റെ ദൈവമേ, പേഗൻ വർഷിപ്പിന് പോയോ? അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ ഇത് ആധിപതിച്ച ഒരു അവസ്ഥയായിരിക്കും, മനസ്സിലായി. അപ്പം പേഗൻ വർഷിപ്പിനും ഫെസ്റ്റിവലിനും ഓഫറിങ്ങിനും ഇത് പല രീതി ഈവിൾ സ്പിരിറ്റ്സ് പല രീതി വരും. ഇപ്പം നമ്മൾ ഏതൻ തോട്ടത്തിൽ അവസരം പഠിക്കും, മനസ്സിലായോ? ഞാൻ പല രീതിയിൽ അത് ഷുഗർ കോട്ട് ചെയ്ത് വന്നിട്ട് നമ്മളെ തെറ്റിക്കും, മനസ്സിലായോ? അതൊന്നും ഇപ്പം ഷിംഷോൻ്റെ കാര്യത്തിൽ ആദ്യം ഒന്നും സാരമില്ല, ദലീലയുടെ 1 2 മൂന്നാമത്തേന് പെട്ടുപോയി. ഇപ്പം എന്ന് പറയുന്നത് സാരമില്ല, ഇറ്റ്സ് ഓക്കെ ഐ ഹാവ് കൺട്രോൾ എന്ന് പറയും. ഈ ഏറ്റവും സാധനം നമുക്കൊരു കൺട്രോളും ഇല്ലാതായി പോകും. അതേപോലൊക്കെ അങ്ങനെ വരരുത്, മനസ്സിലായി. അതാണ് ഈവിൾ സ്പിരിറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ അത് നമ്മളെ എന്തെടുക്കുക, ബോണ്ടേജ് ആക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ആ സത്യത്തെ നമ്മളിപ്പം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കേൾക്കുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓണം ഒരു പേഗൻ ഫെസ്റ്റിവലല്ല, അത് കേരളത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്, മനസ്സിലായി. വചനത്തെ ഇങ്ങനെ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യും, അത് കുഴപ്പമില്ലെന്ന്, ഇറ്റ്സ് ഓക്കെ, മനസ്സിലായി. ഇങ്ങനെയാണ് സത്യത്തെ പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട്, മനസ്സിലായ, അതൊന്നും കുഴപ്പമില്ലെന്ന്, ഇറ്റ്സ് ഓക്കെ, ദൈവം അങ്ങനെയൊന്നും ഇത് ചെയ്യത്തില്ലെന്ന്, ദൈവം അത് ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെ ചെയ്യത്തില്ല, ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അത് പതുക്കെ അതായി പിന്നെ ഏറ്റവും അവസാനം എന്തെടുക്കും, നമ്മുടെ കണ്ണ് അടയപ്പെട്ടവരായിരിക്കും, മനസ്സിലായോ? അങ്ങനത്തെ രീതി ഉണ്ടാകും. അത് 2 Corinthians 4:4 അകത്ത് വായിച്ചാൽ. പിന്നെ അഡിക്ഷൻ, ഗ്രീഡിനോ നമ്മൾ ലസ്റ്റ് ഒന്ന് പതുക്കൊന്ന് ഇറ്റ്സ് ഓക്കെ വെച്ചാൽ പിന്നെ അത് ഗ്രീഡായിത്തീരും. ഗ്രീഡ് കൊലയിലേക്കൊക്കെ എത്തിയത്. അതുപോലെ സെക്ഷൽ കാര്യം ഒന്ന് ഇറ്റ്സ് ഓക്കെ പിന്നെ ഏറ്റവും സെക്ഷൽ കാര്യത്തിൽ ചെയ്യുന്ന ദാവീദിൻ്റെ കാര്യം ഓർത്തോണം, മറന്നു പോകരുത്. അപ്പം അത് നമ്മളെ ഒരു ബോണ്ടേജ് ആക്കും. ഈ നമ്മളെ ഒരു അടിമയാക്കി തരും. പണ്ട് നമ്മൾ അടിമകളായിരുന്നു, അവിടുന്ന് യേശുക്രിസ്തുവിനാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ വെളിച്ചത്തിലാക്കിയ പിന്നെയും നമ്മളെ ആ ബോണ്ടേജിലോട്ട് കൊണ്ടുപോകും, മനസ്സിലായി. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടുന്ന ഫിയർ, ഗിൽറ്റിനെസ്, ആങ്സൈറ്റി, നമ്മളെ പാപം ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ ചർച്ച വരുന്നുണ്ട് നമുക്ക് ഒത്തിരി കാര്യത്തെപ്പറ്റി നമുക്ക് പിന്നെ വിശുദ്ധിയെപ്പറ്റി ഒന്നും പറയണ്ട. വിശുദ്ധിയെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പാപബോധം ഉണ്ടാകും, മനസ്സിലായി. നമുക്കതൊന്നും കേൾക്കണം. നമുക്ക് ഷുഗർ കോട്ട് ചെയ്ത് നല്ല കഥകളും മെസ്സേജുകളൊക്കെ കേട്ട് ചിരിക്കുന്ന കുറേ എൻ്റർടൈൻമെൻറ്റ് കേട്ടുകൊണ്ട് നമുക്ക് പോയാൽ മതി. നമുക്ക് മറ്റുള്ളതിനൊന്നും ഡെയിലി സാങ്ക്ടിഫിക്കേഷനൊന്നും നമുക്ക് സമയമില്ല, മനസ്സിലായി. അപ്പം അതേപോലുള്ള രീതി ഇത് നമ്മളെ സ്പിരിച്വലി, മെൻ്റലി, ഫിസിക്കലി നമ്മളെ സിക്നെസ് ഉണ്ടാക്കും. ഡിപ്രഷൻ ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നമല്ലേ, ഇന്നത്തെ ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്. ഫിയർ, ആങ്സൈറ്റി, എത്ര പേരെ ദിവസം കാണാൻ അറിയാം. നമ്മളൊന്ന് ഒരാളെ കാണുമ്പോൾ ചിരിച്ച് കാണിച്ചാൽ അവരുടെ ജീവിതത്തിൽ എത്ര റിലീഫാണ് ഉണ്ടാകുന്നറിയാം. ഒരു ചിരിക്ക് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന്, അല്ലെ ഒരാളോട് നല്ല വാക്ക് പറയുന്നത് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പലരും എന്നോട് പറയുകയുണ്ടായി,
നിൻ്റെ ചിരി കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരും, വൈ ഐ എം നോട്ട് സോ ഹാപ്പി, എന്തുകൊണ്ടാണ് എനിക്ക് ഇതേപോലെ ചിരിക്കാൻ പറ്റാത്തതെന്ന്. പക്ഷേ എപ്പോഴെപ്പോഴും കാണുന്ന എല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്ന വട്ടാന്നും പറയും. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിക്കണം, ചിരി എല്ലാം നല്ല രീതിയിലാകാവുള്ളൂ. പിന്നെ ആങ്സൈറ്റി, ഫിയർ, അത് നമ്മളെ മെൻ്റലി പിന്നെ എടുക്കുമെന്ന് പറയാം. പൊസസീവ് ഹോളി സ്പിരിറ്റ് ഒരിക്കലും പൊസസ് ചെയ്യത്തില്ല. ഓക്കെ, പൊസസ് ചെയ്യുന്നത് ഈവൻ സ്പിരിറ്റ് നമ്മുടെ തോട്ട് പവറിനെ, വിൽ പവറിനെ എല്ലാം കൺട്രോൾ ചെയ്യും. നിങ്ങളിപ്പോൾ ഈ അടുത്തിടയ്ക്കായിട്ടൊക്കെ ഇഷ്ടം പോലെ കാണാറുള്ള സംഭവമാണ് ഈ പൊസസ് ചെയ്യുന്ന ആൾക്കാർ. ആദ്യം നമ്മുടെ സന്തോഷം സ്റ്റീൽ ചെയ്യും, പിന്നെ നമ്മളെ വിശ്വാസത്തിൽ നിന്നും നമ്മുടെ പ്രത്യാശയും സ്നേഹത്തെയും കൊല്ലും, പിന്നെ നമ്മുടെ സിക്നെസ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ അടുത്ത എന്തോ ചെയ്യുന്നറിയാം, ആരെങ്കിലും വെടിവെക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ, ഇങ്ങനെ പല രീതിയിലും നമ്മളെ തന്നെ നശിപ്പിക്കും. അപ്പം ഗദർദേശത്തുള്ള ആ ഭൂതഗ്രസ്തനെ പറ്റി നമ്മൾ പഠിച്ചല്ലേ, എന്തോ സംഭവിച്ചെന്ന്. എത്ര കാലം ടോർമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലായി? അതേപോലുള്ള അവസ്ഥ നമുക്കും ഉണ്ടാകും, മനസ്സിലായി? പോസിബിൾ. അതുകൊണ്ടാണ് ഒരു കൊച്ചു കാര്യത്തിൽ നിന്നായിരിക്കും നമ്മളത് ഇറ്റ്സ് ഓക്കെ വെച്ചാൽ അത് പിന്നെ റിബലിയസ്നെസ് ആവും, പിന്നെ നമ്മളെ അത് ബോണ്ടേജ് ആക്കി തീർക്കും, പിന്നെ നമ്മളെ ഒപ്രസ് ചെയ്യും, പിന്നെ നമ്മളെ പൊസസ് ചെയ്യും. ഏറ്റവും അവസാനം നമ്മൾ പോയ കേസായിട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വരരുത്. ഇതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ദ ഹോൾ സ്പിരിറ്റ് നമുക്ക് റെസിസ്റ്റ് ചെയ്യണം. റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ, മനസ്സിലായോ? യാക്കോബ് 4:7 എന്താ വായിക്കുന്നത്? റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹീ വിൽ ഫ്ലീ. മനസ്സിലായി? റെസിസ്റ്റ് ചെയ്തെന്നാണ്. നമ്മൾ വലിയ അഭ്യാസങ്ങൾ, നമ്മൾ എന്തുവാ അലയ്ക്കാനും പ്രാകാനും അങ്ങനെയൊന്നും വെക്കാനൊന്നും പോകണ്ട. ജസ്റ്റ് റെസിസ്റ്റ് ചെയ്ത് ടെംപ്റ്റേഷൻ വരുമ്പം അതിനെ റെസിസ്റ്റ് ചെയ്ത് നിന്നാൽ മതി. അതിൻ്റെ ഉള്ള കഴിവ്. അതുകൊണ്ടാണ് പറയുന്നത് ഡെവിളിനൊരു ഫുഡ് ഹോൾ കൊടുക്കരുത്. റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹീ വിൽ ഫ്രീ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ റിപ്പൻറ്റൻസ്. നമുക്കുണ്ടാകുന്ന പാപം, ഒരു ഗിൽറ്റി ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻ തരുമ്പം നമ്മൾ റിപ്പൻറ്റ് ചെയ്യുക, മനസ്സിലായോ? ആ ഗിൽറ്റിയെ നമ്മൾ ദൈവത്തോട്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അറിയാതെ ചെയ്തു പോയാണേ എന്നോട് ക്ഷമിക്കണമേ, ഇനി അങ്ങനെ ചെയ്യാൻ ഇടയാക്കല്ലേ, ഹോളി സ്പിരിറ്റ് എന്നെ കാത്തുപോരാളിക്കണേ, ഒരു പ്രാർത്ഥന, മനസ്സിലായോ? ഒന്ന് റിപ്പൻറ്റൻസ്, ഒന്ന് പ്രാർത്ഥനയാലും പിന്നെ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിനാലും മാത്രമേ നമുക്കിത് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ കൊണ്ട് നീതിമാനായിട്ടൊക്കെ കുറേയൊക്കെ നടക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു സക്സസ്ഫുൾ ലൈഫ് വന്നിട്ട് ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് മാത്രമേ പറ്റത്തുള്ളൂ. അത് പലരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഒത്തിരി ശക്തന്മാർ, നമ്മൾ പാട്ട് പാടത്തില്ല, എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണു തകർന്നീ പോർക്കാലത്തിൽ എന്ന് പറയുന്നത്. എത്രയോ ശക്തന്മാരും എത്രയോ മല്ലന്മാരും നമ്മുടെ ജീവിതത്തിൽ എന്തോ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറൊക്കെ എൽ ഷേപ്പിലൊക്കെ ആരാധിച്ച വ്യക്തികൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനത്തോടും നിറവോടും ആരാധിച്ച ആൾക്കാരൊക്കെ ഇന്ന് വിശ്വാസത്തിൽ പോലുമില്ല. അപ്പം നമ്മളെ ഇറ്റ്സ് എ ഗ്രേസ്, ദൈവത്തിൻ്റെ കരുണയാൽ കൃപയാൽ ത്രൂ ദ ഹോളി സ്പിരിറ്റ് നമ്മളെ ഇത്രയും നടത്തുന്നതിന് ഒരു ദൈവത്തിനൊരു ഹല്ലേലൂയ കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെ നടക്കട്ടെ. ഇതൊക്കെയാണ് ഹോളി സ്പിരിറ്റിൻ്റെ കാര്യങ്ങൾ. എന്നെ പഠിപ്പിച്ച കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളും പിന്നെ കുറച്ച് സ്ഥലത്ത് നിന്നും എടുത്ത കാര്യങ്ങളൊക്കെ. ഒരു ബില്ലി ഗ്രാമിൻ്റെ പഴയൊരു ബുക്കുണ്ട് ഹോളി സ്പിരിറ്റിനെ പറ്റി, അതൊരു നല്ല സോഴ്സാണ്. പിന്നെ ജോൺ വെസ്ലി ഞാൻ തോന്നുന്നു ഒരു ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ബുക്കുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ബുക്കുകളുണ്ട്. അതൊക്കെ വെച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളും പല കാര്യങ്ങളും മറ്റുള്ളവരുടെ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഓർഡർ പറഞ്ഞെങ്കിലും എപ്പോഴും ഇങ്ങനെ നടക്കണമെന്നില്ല. ഹോളി സ്പിരിറ്റ് ഒരു ദൈവമാണ്. അത് നമുക്ക് നമ്മുടെ രീതി വർണ്ണിച്ചാൽ അത് വി ആർ ഐഡിയലൈസിങ്. ഓക്കെ, മനസ്സിലായോ? ഐഡിയലൈസ് ചെയ്യുക, അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നത് ഹോളി സ്പിരിറ്റിൻ്റെ
ഇഷ്ടമുള്ള രീതി നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചോളും. നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹോളി സ്പിരിറ്റ് ഒരിക്കലും പൊസസ് ചെയ്യത്തില്ല. മനസ്സിലായി? ഒബ്സഷൻ ഉണ്ടാക്കത്തില്ല, പൊസസ് ചെയ്യത്തില്ല. നമുക്ക് നമ്മുടെ ഫ്രീഡം ഓഫ് വില്ലിനും പവർ ഓഫ് ദ വില്ലിനും ഒന്നും ഇൻ്റർഫിയർ ചെയ്യത്തില്ല. പക്ഷെ പുറയിൽ നിന്ന് നമുക്ക് വേണ്ടി എപ്പോഴും ഒരു സ്മോൾ വോയിസിൽ എപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു പവർ തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ ഹോളി സ്പിരിറ്റിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മളിലുള്ള ഈഗോ, ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഒരു വ്യക്തിയിലുള്ള ഈഗോ, ഈഗോ, സൂപ്പർ ഈഗോ, മൂന്നും കൂടെ കൂടുന്നതാണ് ആ ഈഗോ കുറച്ച് കുറയണം. മനസ്സിലായോ? ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. മറ്റുള്ള ഈഗോയിസ്റ്റിക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി, ഒരു പേഴ്സണലുള്ള വ്യക്തിത്വം, ഐ നോ വാട്ട് ടു ഡു, ഐ നോ വാട്ട് ടു ഡു, ഐ ക്യാൻ ഡു ദിസ്, ഐ കൺട്രോൾ മൈ ലൈഫ്. മനസ്സിലായി? അങ്ങനെ അതൊന്നും കുറച്ചില്ല. ദ ഹോൾ സ്പിരിറ്റ് കൺട്രോൾ യുവർ ലൈഫ്. യു ഡോണ്ട് നോ വാട്ട് ടു ഡു, ലെറ്റ് ആസ്ക് ഗൈഡൻസ് ഫോർ ഹോൾ സ്പിരിറ്റ്. മനസ്സിലായി? അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഹോൾ സ്പിരിറ്റ് നടത്തിക്കൊള്ളും. ഓക്കെ. അപ്പോൾ ഹോൾ സ്പിരിറ്റ് ഒബ്സസ് ചെയ്യത്തില്ല ഇതെല്ലാം ഓർത്തോണം. ഓക്കെ. പിന്നെ ഹോൾ സ്പിരിറ്റ് തെറിച്ചു പോകുന്നത് അതൊന്നുമില്ല. ഹോൾ സ്പിരിറ്റ് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ സ്ട്രെങ്തനിങ്, സ്പിരിച്വാലിറ്റിയും സാങ്ക്ടിഫിക്കേഷനും അതെല്ലാം, പിന്നെ നമ്മളെക്കൊണ്ട് ദൈവനാമത്തിന് മറ്റുള്ളവരോട് മെസ്സേജ് പറയാനും. ഇപ്പം ഇതൊന്നും ചെയ്യുന്നില്ല. ഒരാൾ ഹോൾ സ്പിരിറ്റാണെന്ന് അറിഞ്ഞ് പക്ഷേ ജീവിതത്തിൽ അത് ഔട്ട്സൈഡ് സുവിശേഷം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ദർ സംതിങ് റോങ്. അത് പല ആൾക്കാരും പറയുന്നത് ഇമോഷണലി, ക്യാപ്റ്റൻ ഷാമുൽ അച്ഛൻ പറയുന്നത് അത് ഇമോഷണലി നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതിക്കാണ് ഇത് പറയുന്നത്. മനസ്സിലായി? നമ്മൾ ഒരിക്കൽ പ്രാപിച്ച അത് ഇമോഷണലി നമ്മൾ മെമ്മറൈസ് ചെയ്ത് മെൻ്റലി, റെനെ ഡിക്കാർട്ടിസ് പറയുന്ന പോലെ പ്രീനറി ഗ്ലാൻസിൽ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ അത് നമ്മൾക്ക് ഇമോഷണൽ ഫീലിങ്സ് വരുമ്പോൾ നമ്മളെപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി? അതല്ല, ഈ ഹോളി സ്പിരിറ്റ് നിങ്ങളെ സുവിശേഷം പറയാനും മറ്റുള്ളവർ വിറ്റ്നസ് ചെയ്യിപ്പിക്കാനും ആ ഒരു ധൈര്യം, പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സംതിങ് റോങ്, ധൈര്യം, മനസ്സിലായി? ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതേപോലുള്ള മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, റെബലസ്നെസ് ആണെന്നുണ്ടെങ്കിൽ സംതിങ് റോങ്. മനസ്സിലായി? പ്രാർത്ഥിച്ചാൽ മതി, എന്ന് പേടിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. മുമ്പ് എന്താ പറഞ്ഞത്? ഡെലിവറൻസ് അങ്ങനെ, റിപ്പൻറ്റൻസ്, പ്രയർ ആൻഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ഹോളി സ്പിരിറ്റിൻ്റെ കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥനയോട് എഴുതുന്നു. ദൈവമേ, ഞങ്ങൾ സ്വർഗ്ഗസ്ഥനായ ഇന്ന് ഞങ്ങൾക്ക് ഹോളി സ്പിരിറ്റിനെ പറ്റി അല്പസമയം ഞങ്ങൾക്ക് ശ്രദ്ധിക്കാണ്ടാക്കിയല്ലോ. ദൈവമേ, എത്രത്തോളം പറയാൻ ദൈവമേ അടിയനെ പരിശുദ്ധാത്മാവിനാൽ നടത്തിയതിനെ സ്തോത്രം. ദൈവമേ, ജനങ്ങളുടെ ഹൃദയത്തിൽ അത് അറിയുവാനും പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ അറിയുവാനും അത് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാ സ്നാനത്താൽ നിറഞ്ഞിട്ടില്ലേ, വീണ്ടെടുപ്പിൻ്റെ ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ, വീണ്ടെടുപ്പിൻ്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുവാനും, പരിശുദ്ധാത്മാവിനെ സ്നാനത്താൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്താൽ നിറയുവാനും, പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫീലിംഗ് ഡെയിലി അനുഭവിച്ചിട്ടില്ലെങ്കിൽ ദൈവമേ ഒന്നുകൂടെ ഇൻഫീലിംഗ് അനുഭവിക്കുവാനും രുചിച്ചറിയുവാനും ദൈവമേ, അതേപോലെ ദൈവമേ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ പല രീതിയിൽ ഞങ്ങളെ അനോയിൻറ്റ് ചെയ്യുമല്ലോ. ആ അനോയിൻറ്റിങ് ഞങ്ങളെ അയക്കുമ്പോൾ ഫുള്ളി എക്യുപ്ഡ് ചെയ്താണ് ഞങ്ങളെ അയക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും എടുക്കേണ്ടതായിട്ടില്ലല്ലോ. അങ്ങനെ ഫുൾ എക്യുപ്മെൻറ്റ് ഞങ്ങൾ സുവിശേഷം ദൈവ നാമ രാജ്യത്തിന് മഹത്വത്തിനായി തീരുവാണെങ്കിൽ സകലതും അപ്പച്ചൻ്റെ നാമത്തിനും പുകഴ്ചയ്ക്കുമായി തീരുമാനിക്കണമേ. എല്ലാം അപ്പച്ചൻ്റെ എഡിഫിക്കേഷന് വേണ്ടി മാത്രമായിരിക്കണമേ. ഞങ്ങളുടെ ഹോളി സ്പിരിറ്റിന് നിറഞ്ഞ് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് അപ്പച്ചനെ വിറ്റ്നസ് ചെയ്യുവാനും ത്രൂ സാങ്ക്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഹോളിനെസ്സിനായിട്ടുള്ള ദാഹം ഞങ്ങളിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹോളി സ്പിരിറ്റിനായി ഇതുവരെയായിട്ട് അറിയാത്തവർ, കാത്തിരിക്കാത്തവർ ദൈവമേ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് അന്യഭാഷകളാൽ സംസാരിച്ച് ദൈവമേ ഓരോ ദിവസവും സ്വയമായിട്ടും സഭയ്ക്കും മറ്റെല്ലാത്തിനും എഡിഫൈ ചെയ്ത് ജീവിപ്പാൻ, ദൈവത്തെ എഡിഫൈ ചെയ്ത് ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളും ഈശോ തന്നെ ആമേൻ.